തേർഡ് മൊഡ്യൂളിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ്റെ അകത്ത് നമ്മൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നും അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമ്മൾ ഈ സെക്ഷനകത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനും മെട്രിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഓക്കെ, we shall now proceed to show how a linear mapping from one dimensional vector space to another can be represented by a matrix. ഓക്കെ, അതായത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൽ നിന്ന് മറ്റൊരു ഫൈനൈറ്റ് ഡയമെൻഷനിലേക്ക് വെക്റ്റർ സ്പേസിലേക്കുള്ള ഒരു ലീനിയർ മാപ്പിനെ നമ്മളൊരു മെട്രിക്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ് ഈ ചാപ്റ്ററിലകത്ത്. ഓക്കെ, ഫോർ ദിസ് പർപ്പസ് വി റിക്വയർ ദ ഫോളോയിങ് നൊട്ടേഷൻ. ഡെഫിനിഷൻ: let V be a finite dimensional vector space over a field F. By an ordered basis of V, we shall mean a finite sequence Vi I less 1 less than or equal to I less than or equal to n of elements of V such that V1, V2, etc. Vn is a basis of V. ഓക്കെ, ഓർഡേർഡ് ബേസിസിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ബേസിസ് എന്താണെന്ന് നമ്മൾ കണ്ടായിരുന്നു. ബേസിസ് എന്തായിരുന്നു? ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സ്പാനിങ് സെറ്റിനെയാണ് ബേസിസ് ഓഫ് എ വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് ഓർഡേർഡ് ബേസിസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അതിനൊരു ഓർഡർ ഉണ്ടായിരിക്കണം. നമ്മൾ സാധാരണ V1, V2, etc. Vn എന്ന് പറയുമ്പം അതിനെ നമ്മളൊരു ഓർഡറിൽ എഴുതുവാണെങ്കിൽ, അതായത് ഫസ്റ്റ് ബേസിസിനകത്ത് ഫസ്റ്റ് എലമെൻറ്റ് V1, സെക്കൻഡ് എലമെൻറ്റ് V2, etc. nth എലമെൻറ്റ് Vn. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനൊരു ഓർഡർ കൊടുത്ത് എഴുതുവാണെങ്കിൽ അങ്ങനെയുള്ള ബേസിസിനെയാണ് നമ്മൾ ഓർഡേർഡ് ബേസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ് ഓർഡേർഡ് ബേസിസ് ഓഫ് വി ഷാൽ മീൻ എ ഫൈനൈറ്റ് സീക്വൻസ് വി ഐ ഓഫ് എലമെൻറ്റ്സ്. സീക്വൻസ് വരുമ്പോൾ അതിനെപ്പോഴും ഒരു ഓർഡർ ഉണ്ടല്ലോ. ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ്, അങ്ങനെയാണല്ലോ സീക്വൻസ് പറയുമ്പം. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് ഓർഡേർഡ് ബേസിസ് എന്ന് വെച്ചാൽ എന്താണ്? ആ ബേസിസിനകത്ത് എലമെൻറ്റ്സിനൊരു ഓർഡർ ഉണ്ടായിരിക്കണം. ഓക്കെ, note that every basis of n elements give rise to n factorial distinct ordered bases, for there are n factorial permutations on a set of n elements and therefore n factorial distinct ways of ordering the elements v1, v2, etc. vn. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ n ആയിട്ടുള്ള ഒരു വെക്റ്റർ സ്പേസിന് എത്ര ഓർഡേർഡ് ബേസിസ് കാണും? n ഫാക്ടോറിയൽ ഓർഡേർഡ് ബേസിസ് കാണും. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഓർഡേർഡ് ബേസ് എന്ന് വെച്ചാൽ അതിനൊരു ഓർഡർ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര n എലമെൻറ്റ്സ് അല്ലേ ഉള്ളത്? n എലമെൻറ്റ്സ് ആണുള്ളത്. ഓക്കെ, ആ n എലമെൻറ്റ്സിനെ നമുക്ക് എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യിക്കാം? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പെർമ്യൂട്ടേഷൻ്റെ അകത്ത് പഠിക്കുന്നതാണ്. ഒരു n എലമെൻറ്റ്സിനെ നമുക്ക് n ഫാക്ടോറിയൽ വേസിൽ പെർമ്യൂട്ട് ചെയ്യിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പം ഒരു 3 എലമെൻറ്റ്സ് ആണെങ്കിൽ നമുക്കിപ്പോൾ 1, 2, 3 ആണ് 3 എലമെൻറ്റ്സ്. 1, 2, 3നെ എങ്ങനെയൊക്കെ എഴുതാം? 1, 2, 3 എന്ന് എഴുതാം, 1, 3, 2 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ 2, 1, 3 എന്ന് എഴുതാം, 2, 3, 1 എന്ന് എഴുതാം, അതുപോലെ 3, 1, 2 എന്ന് എഴുതാം, 3, 2, 1 എന്ന് എഴുതാം. അപ്പോൾ അത് എത്ര എണ്ണം കിട്ടി? നമുക്ക് 6 എണ്ണം കിട്ടി. 6 എങ്ങനെയാണ്? 3 ഫാക്ടോറിയലാണ്, അതായത് 2 × 3, 1 × 2 × 3. ഓക്കെ, അപ്പോൾ 3 ഇങ്ങനെ 6 രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റിയില്ലേ? 3 എണ്ണത്തിനെ 6 രീതിയിൽ, അതായത് 3 ഫാക്ടോറിയൽ വേസിൽ നമുക്കിങ്ങനെ ഓർഡർ ചെയ്യിക്കാൻ പറ്റാം. അതുപോലെ ഇപ്പോൾ n എണ്ണം നമുക്ക് തന്നിരിക്കുക, v1, v2, etc. vn n എണ്ണം തന്നിരിക്കുക. അപ്പോൾ അതിനെ എത്ര രീതിയിൽ നമുക്ക് പെർമ്യൂട്ട് ചെയ്യിക്കാം? n ഫാക്ടോറിയൽ വേസിൽ നമുക്ക് പെർമ്യൂട്ട് ചെയ്യിക്കാം. അപ്പോൾ ഓരോ പെർമ്യൂട്ടേഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ ഓർഡേർഡ് ബേസിസാണ് കിട്ടുന്നത്. ഓരോ ഓർഡർ മാറി മാറിയല്ലേ വരുന്നത് ഓരോ പെർമ്യൂട്ടേഷൻ്റെ അകത്തും. ഓക്കെ, അപ്പം n എലമെൻറ്റ്സ് ബേസിസിനകത്ത് വരുന്ന ഒരു വെക്റ്റർ സ്പേസിൽ, അതായത് n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിന് n ഫാക്ടോറിയൽ ഓർഡേർഡ് ബേസിസ് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് vi 1 ലെസ് ദാൻ ഈക്വൽ ടു i ലെസ് ദാൻ ഈക്വൽ ടു n എന്നാണ് നമ്മൾ ഓർഡേർഡ് ബേസിന് ഇവിടെ എഴുതിയിരുന്ന നൊട്ടേഷൻ കൊടുത്തിരുന്നത്. അതിനെ നമ്മളൊന്ന് അബ്രിവിയേറ്റ് ചെയ്ത് vi n എന്ന് എഴുതുന്നു. ഓക്കെ, suppose now that V and W are vector spaces of dimension m and n respectively over a field F. Let Vim, Win be given ordered basis of V, W and let F from V to W be linear. Okay, വിയുടെ ഡയമെൻഷൻ എമ്മും ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ എന്നും ആണ്. ഓക്കെ, അപ്പം
നമ്മളിവിടെ VIN എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര, ആ ബേസിസിൻ്റെ അകത്ത് N എലമെൻറ്റ്സ് ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വിക്ക് ഡയമെൻഷൻ M ആയതുകൊണ്ട് VIM എടുക്കുന്നു. കാരണം M ഡയമെൻഷൻ ആയതുകൊണ്ട് M എലമെൻറ്റ്സ് കാണും ബേസിസിൻ്റെ അകത്ത്. അതുപോലെ WIN എടുക്കുന്നു, Wൻ്റെ ബേസിസ് ആയിട്ട്, ഓർഡേർഡ് ബേസിസ് ആയിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ വിയിൽ നിന്ന് Wയിലേക്കുള്ള ഒരു ലീനിയർ മാപ്പും കൺസിഡർ ചെയ്യുന്നു. We know from corollary 1 of theorem 6.7 that F is completely and uniquely determined by its action on the basis VIM. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതായിരുന്നു, ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു റിസൾട്ടായിരുന്നു. എന്തായിരുന്നു, നമുക്കൊരു ലീനിയർ മാപ്പ് എന്താണെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ എന്ത് കിട്ടിയാൽ മതി? ആ ലീനിയർ മാപ്പ് F ഫ്രം V ടു W ആണല്ലോ. അപ്പോൾ വിയിലെ ബേസിസിലെ എലമെൻറ്റ്സുകളുടെ ഇമേജസ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ എഫിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്കതിനെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. F is completely and uniquely determined by its action on the basis VIM. ഓക്കെ, അതായത് അവിടുത്തെ ഡിപ്പാച്ച് സ്പേസിലെ ബേസിസിൻ്റെ എലമെൻറ്റ്സുകളുടെ ഇമേജസ് കിട്ടുവാണെങ്കിൽ നമുക്കതിനെ കംപ്ലീറ്റ്ലി ആണ് യുണീക്ലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ദിസ് ആക്ഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ എക്സ്പ്രസിങ് ഈച്ച് F of VI ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ഫ്രം ദ ബേസിസ് WIN. ഓക്കെ, അപ്പോൾ നമ്മൾ വിയിലെ ഓർഡേർഡ് ബേസിസിനകത്ത് ആ എലമെൻറ്റ്സുകളുടെ ഇമേജസ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ F of V1, F of V2 എക്സെട്ര F of VM. ഇനി ഈ ഓരോ F of VIയും എവിടുത്തെ എലമെൻ്റ് ആണ്? നമുക്കറിയാം F എന്ന് പറയുന്നത് വിയിൽ നിന്ന് Wയിലേക്കുള്ള ഫംഗ്ഷനാണ്. therefore ഈ ഓരോ F of VIയും ബിലോങ്സ് ടു W ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പം Wൻ്റെ അകത്തെ ബേസിസ് നമുക്ക് തന്നിട്ടുണ്ട്. WIN ആണ് അവിടുത്തെ ഓർഡേർഡ് ബേസിസ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഈ ഓരോ F of VIനെയും ഈ WIസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാമല്ലോ. ബേസിസിൻ്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ F of V1നെ എങ്ങനെ എഴുതുന്നു? X11 W1 പ്ലസ് X12 W2 പ്ലസ് എക്സെട്ര പ്ലസ് X1n WN. അതുപോലെ F of V2നെയും W1 W2 എക്സെട്ര Wൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നു. എക്സെട്ര F of VMനെയും അതുപോലെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, the action of F on VIM is therefore determined by the Mn scalars Xij appearing in the above equations. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൊമെയിൻ ഡിപ്പാർച്ചർ സ്പേസിലെ ബേസിസിൻ്റെ എല്ലാ ഇമേജസും അറൈവൽ സ്പേസിലെ ബേസിസിൻ്റെ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ നമുക്ക് ആ ലീനിയർ മാപ്പിനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് എന്തറിഞ്ഞാൽ മതി? ഈ ഓരോ കോഎഫിഷ്യൻറ്റും നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ? ഈ ഓരോ കോഎഫിഷ്യൻറ്റും എന്താണെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ എത്ര കോഎഫിഷ്യൻ്റാണ് ഉള്ളത്? Mn കോഎഫിഷ്യൻ്റ് അല്ലേ ഉള്ളത്? X11 തൊട്ട് Xmn വരെ Mn കോഎഫിഷ്യൻസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ സ്കെയിലാസ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The action of F on VIM is therefore determined by the Mn scalars Xij appearing in the above equations. Put another way, the action of F is completely determined by a knowledge of the M by N matrix X equal to Xij. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്കെയിലാസ് എല്ലാം കൂടെ എടുത്തൊരു മെട്രിക്സ് ആയിട്ട് എഴുതുന്നു. X11 എക്സെട്ര X1n എക്സെട്ര Xmn എക്സെട്ര Xmn. ഓക്കെ, അതിനെ നമ്മൾ എക്സ് ആയിട്ട് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിസിലുള്ള ആ ഫംഗ്ഷൻ ലീനിയർ മാപ്പിൻ്റെ ആക്ഷൻ ഓഫ് എഫ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ മെട്രിക്സ് എന്താണെന്ന് കിട്ടിയാൽ മതിയല്ലോ. മെട്രിക്സ് കിട്ടുമ്പോൾ അവിടുത്തെ സ്കെയിലാസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്? ദ ആക്ഷൻ ഓഫ് എഫ് ഈസ് കംപ്ലീറ്റ്ലി determined by a knowledge of the M by N matrix X equal to Xij. Okay. For technical reasons that will be explained later, the transpose of this matrix X is called the matrix of F relative to the fixed ordered basis VIM
WIN. ഓക്കെ, നമ്മളിപ്പോൾ ഒരു മെട്രിക്സ് എഴുതിയല്ലോ, x=x11 എക്സെട്ര xmn വരെയുള്ളൊരു മെട്രിക്സ് എഴുതി. ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെ വിളിക്കുന്ന പേരാണ് ദ മെട്രിക്സ് ഓഫ് എഫ് റിലേറ്റീവ് ടു ദ ഫിക്സഡ് ഓർഡേർഡ് ബേസിസ് VIM, WIN. When it is clear that these fixed ordered bases are, we denote the matrix in question by MATF. നമുക്ക് മെട്രിക്സ് എഫ് എന്ന് വിളിക്കാം. ഓക്കെ, അതിനെ നമ്മൾ മെട്രിക്സ് എഫ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, മെട്രിക്സ് MATF. ഓക്കെ, നമുക്ക് അങ്ങനെ ഡൊമെയിനിൻ്റെ അകത്തെ, അതായത് ഡിപ്പാർച്ചർ സ്പേസിലെ ബേസിസുകളുടെ ഇമേജസ് എടുക്കും. അതിനെ നമ്മൾ അറൈവൽ സ്പേസിലെ ബേസിസുകളുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് ഉണ്ട്, ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. അപ്പോൾ ആ ട്രാൻസ്പോസിനെ വിളിക്കുന്ന പേരാണ് ദ മെട്രിക്സ് ഓഫ് എഫ് റിലേറ്റീവ് ടു ദ ഓർഡേർഡ് ബേസിസ് VIM, WIN, ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ദിസ്. ഓക്കെ, the reader should note carefully that it is an n by m matrix that represents a linear mapping from m-dimensional vector space to an n-dimensional vector space. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിനകത്ത് എഫ് എന്ന് പറയുന്നത് ഒരു m-dimensional വെക്റ്റർ സ്പേസിൽ നിന്ന് n-dimensional വെക്റ്റർ സ്പേസിലേക്കുള്ള ഒരു ലീനിയർ മാപ്പായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഈ മെട്രിക്സ് അല്ല, ഈ മെട്രിക്സ് ഒരു m/n മെട്രിക്സ് ആയിരുന്നു. നമ്മൾ പിന്നെ അതിൻ്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ മെട്രിക്സ് ഓഫ് എഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം മെട്രിക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു n/m മെട്രിക്സ് ആണ്. അതായത് ഈ m/n മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ ദ മെട്രിക്സ് ഓഫ് എഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു n/m മെട്രിക്സ് ആണ്, n/m മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്തേക്കുക, if f is a linear map from an m-dimensional vector space to n-dimensional vector space, then the corresponding matrix, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? n/m മെട്രിക്സ് ആയിരിക്കും, തിരിഞ്ഞു വരും. ഓക്കെ, ആ തിരിഞ്ഞു വരുന്നതെന്ന് ഓർത്തേക്കുക. m-ഡയമെൻഷനിൽ നിന്ന് n-ഡയമെൻഷനിലേക്കുള്ള ഒരു ലീനിയർ മാപ്പ് ആണെങ്കിൽ അതിൻ്റെ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? n/m ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ള ഒരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ 7.1. കൺസിഡർ ദ ലീനിയർ മാപ്പിംഗ് f from r³ to r² given by f of xyz is equal to 2x minus 3y plus z, 3x minus 2y. The action of f on the natural basis of r³ is described in the terms of the natural basis of r² as follows. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡിപ്പാർച്ചർ സ്പേസ് r³ ആണ്, അറൈവൽ സ്പേസ് r² ആണ്. അപ്പോൾ അവിടുത്തെ രണ്ട് ബേസിസുകൾ എന്താ തന്നേക്കുന്നത്? r³ ബേസിസ് ആയിട്ട് നാച്ചുറൽ ബേസിസ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. നാച്ചുറൽ ബേസിസ് എന്താണ്? r³ 1 0 0 0 1 0 0 0 1. ഓക്കെ, ഇനി r² ബേസിസ് എന്താ തന്നേക്കുന്നത്? നാച്ചുറൽ ബേസിസ്. ഓക്കെ, അതായത് 1 0 0 1. ഓക്കെ, നമുക്ക് ബേസിസ് ഒന്ന് എടുത്തെഴുതാം. r³ 1 0 0 0 1 0 0 0 1. ഇനി ഡിപ്പാർച്ചർ സ്പേസിൻ്റെ അറൈവൽ സ്പേസിൻ്റെ 1 0 0 1. ഓക്കെ, ഇനിയിപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഈ ഡിപ്പാർച്ചർ സ്പേസിലെ ബേസിസിൻ്റെ ഇമേജ് എടുക്കണം. ആ ഇമേജിനെ നമ്മൾ അറൈവൽ സ്പേസിലെ ബേസിസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, ഇതൊരു ഓർഡേർഡ് ബേസിസ് ആട്ടോ. ഓർഡർ നമ്മൾ ഒരു ഓർഡർ ആയിട്ടാണ് ഇത് ആദ്യത്തേത് v1, ഇത് v2, ഇത് v3, ഇത് w1, ഇത് w2. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്? ആദ്യത്തെ എലമെൻറ്റിൻ്റെ ഇമേജ് കണ്ടുപിടിക്കുക. f of 1 0 0 കണ്ടുപിടിക്കുക. ഓക്കെ, f of 1 0 0 എന്ത് വരും? ഇതിൻ്റെ അകത്ത് എക്സിന് 1ഉം വൈക്കും ഇസഡിനും 0 കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? 2, 3 എന്നുള്ള ഒരു 2 ട്യൂപ്പിൾ വരും. ഇനി എന്താണ്? അത് എവിടുത്തെ എലമെൻ്റ് ആണ്? r² എലമെൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ അതിനെ ഈ w1ൻ്റെയും w2ൻ്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. 2 3നെ നമുക്ക് എങ്ങനെ എഴുതാം?
2 ഇൻറ്റു 1 0 പ്ലസ് 3 ഇൻറ്റു 0 1. നാച്ചുറൽ ബേസിസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ടേംസിൽ എഴുതുന്നത് എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു വേറെ ബേസിസ് വരുമ്പം എഴുതാൻ വേണ്ടി നമ്മൾ അവിടുത്തെ ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട് അവിടുത്തെ സ്കെയിലാസ് പിന്നെ കണ്ടുപിടിക്കണം. പക്ഷേ നമുക്ക് നാച്ചുറൽ ബേസിസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നത് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ്? അപ്പോൾ ഇത് കിട്ടി. ഇനി അടുത്ത് എഫ് ഓഫ് 0 1 0 കണ്ടുപിടിക്കുന്നു. അതായത് വൈക്ക് 1ഉം ബാക്കി എക്സിനും ഇസഡിനും 0 കൊടുക്കുമ്പം -3 -2 എന്ന് കിട്ടും. ഓക്കെ, -3 -2 എങ്ങനെ എഴുതാം? -3 ഇൻറ്റു 1 0 -2 ഇൻറ്റു 0 1. ഓക്കെ, അതുപോലെ ലാസ്റ്റ് എഫ് ഓഫ് 0 0 1 കണ്ടുപിടിക്കുന്നു. 0 0 1 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1 0 എന്ന് കിട്ടുന്നു. 1 0 എന്താണ്? 1 ഇൻറ്റു 1 0 പ്ലസ് 0 ഇൻറ്റു 0 1. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ എഴുതുന്നതിൻ്റെ ട്രാൻസ്പോസ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു, ഫസ്റ്റ് പേജിൽ കണ്ടു മെട്രിക്സ്. ശരിക്കും ഇവിടുത്തെ മെട്രിക്സ് എന്താ? 2 3 -3 -2 1 0 എന്നാണ് വരുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ശരിക്കുമുള്ള ദ മെട്രിക്സ് ഓഫ് എഫ് റിലേറ്റീവ് ടു ദ ഓർഡേർഡ് ബേസിസ് ഓഫ് R3 ആൻഡ് R2 എന്ന് പറയുന്നത് എന്ത് വരും? ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് വരും? 2 3. ഓക്കെ, ഫസ്റ്റ് റോനെ താഴേക്ക് എഴുതുന്നു 2 3, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി എഴുതുന്നു -3 -2, തേർഡ് റോനെ തേർഡ് കോളമാക്കി എഴുതുന്നു 1 0. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെട്രിക്സ് ഓഫ് എഫ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്പോസ് ആയിട്ട് എടുക്കാമെന്ന് വെച്ചാൽ ഇങ്ങനെയാണെങ്കിലും ഓർത്താൽ മതി. ഓക്കെ, ഇവിടുത്തെ ആദ്യത്തെ എലമെൻറ്റിൻ്റെ ഇമേജ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി എന്താണ്? ആ സ്കെയിലാസിനെ ആദ്യത്തെ എലമെൻറ്റിൻ്റെ ഇമേജ് കണ്ടുപിടിക്കുമ്പോൾ അവിടെയുള്ള സ്കെയിലാസിനെ ഫസ്റ്റ് കോളാക്കി എഴുതുക. 2 3 താഴേക്ക് എഴുതുക. ഓക്കെ, ഇനി രണ്ടാമത്തേന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്കെയിലാസ് -3 -2 ആണ്. അതിനെ സെക്കൻഡ് കോളാക്കി എഴുതുക. മൂന്നാമത്തേന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിലാസ് 1 0 ആണ്. 1 0ന് തേർഡ് കോളാക്കി എഴുതുക. ഓക്കെ, അപ്പോൾ അതുപോലെ ബാക്കി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 7.2. ദ വെക്റ്റർ സ്പേസ് Rn of x ഈസ് ഓഫ് ഡയമെൻഷൻ n+1. Rn of xൻ്റെ ഡയമെൻഷൻ n+1 ആണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ബേസിസ് എന്തായിരുന്നു? 1 x x² എക്സെട്ര x⁻n ആണ് അവിടുത്തെ ബേസിസ്. അതാണ് അവിടുത്തെ നാച്ചുറൽ ബേസിസ്. അത് നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഓർഡേർഡ് ബേസിസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് എക്സ്, ഫസ്റ്റ് എലമെൻറ്റ് 1, സെക്കൻഡ് എലമെൻറ്റ് എക്സ്, തേർഡ് എലമെൻറ്റ് x³ എക്സെട്ര n+1 എലമെൻറ്റ് x⁻n. അതൊരു ഓർഡേർഡ് ബേസിസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓർഡേർഡ് ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഓർഡറിൽ തന്നെ വേണം നമ്മൾ അതിൻ്റെ ഇമേജസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അങ്ങനെയാണ് ഓർഡേർഡ് ബേസിന് മീനിങ്. ഇനി നമ്മളിവിടെ ഇമേജസ് കണ്ടുപിടിക്കുമല്ലോ, ബേസിസിൻ്റെ ഇമേജസ് കണ്ടുപിടിക്കുമ്പോൾ ആ ഓർഡറിൽ തന്നെ കണ്ടുപിടിക്കണം. എന്നിട്ട് മെട്രിക്സ് എഴുതുമ്പോൾ അതിൻ്റെ ഓർഡറിൽ തന്നെ മെട്രിക്സ് എഴുതുകയും വേണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലീനിയർ മാപ്പിംഗ് ഡിഫറൻസിയേഷൻ മാപ്പാണ്. ഡിഫറൻസിയേഷൻ മാപ്പ് ലീനിയർ ആണെന്നൊക്കെ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ദ ഡിഫറൻസിയേഷൻ മാപ്പ് D ഫ്രം Rn of x to Rn of x is linear and ഇനി നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ മാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ മെട്രിക്സ് കണ്ടുപിടിക്കാൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? Rn of xൻ്റെ നമ്മുടെ ഇവിടെ ഡിപ്പാർച്ചർ സ്പേസും അറൈവൽ സ്പേസും സെയിം തന്നെയാണ്, Rn of x ആണ്. ഓക്കെ, അപ്പോൾ എന്താ? രണ്ടിൻ്റെ സെയിം ഓർഡേർഡ് ബേസിസ് ആണ്. നമുക്ക് ഈ ബേസിസ് തന്നെ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഈ ബേസിസ് എലമെൻസിൻ്റെ ഇമേജസ് കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ തന്നെ ടേംസിൽ അതിനെ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? ഫസ്റ്റ് എലമെൻറ്റ് 1ൻ്റെ ഇമേജ് കണ്ടുപിടിക്കുക. അതായത് ഇവിടെ ഡിഫറൻസിയേഷൻ ആണ്. ഇപ്പോൾ D1 ഡെറിവേറ്റീവ് ഓഫ് 1 എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? 0നെ ഈ എലമെൻസിൻ്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, 0നെ നമുക്ക് എങ്ങനെ എഴുതാം? 0 × 1 പ്ലസ് 0 × x പ്ലസ് എക്സെട്ര പ്ലസ് 0 × x⁻n−1 പ്ലസ് 0 × x⁻n എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി മെട്രിക്സ് എഴുതുമ്പോൾ എന്ത് വരും? മെട്രിക്സ് എഴുതുമ്പം ആദ്യത്തെ കോളായിട്ട് എന്താ എഴുതണ്ടേ? ഈ ആദ്യത്തെ D1ൻ്റെ സ്കെയിലാസ് ആണ് ആദ്യത്തെ കോളായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നോക്കി ഉണ്ടോ? 0 0 0 0 0 ഫസ്റ്റ് കോളാക്കി എഴുതി. ഇനി എന്താണ്? അടുത്ത എലമെൻറ്റിൻ്റെ dx കണ്ടുപിടിക്കുന്നു. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, ആ 1നെ നമുക്ക് ഇതിൻ്റെ ടേംസിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 1 × 1 ബാക്കി എല്ലാം കോഎഫിഷ്യൻറ്റ് 0 കൊടുത്താൽ മതി. 1 × 1 പ്ലസ് 0 × x പ്ലസ് എക്സെട്ര പ്ലസ് 0 × x⁻n. ഓക്കെ, അതെന്തായിട്ട് എഴുതണം? മെട്രിക്സ് എഴുതുമ്പോൾ അവിടുത്തെ കോഎഫിഷ്യൻറ്റ് സെക്കൻഡ് കോളാക്കി എഴുതുന്നു. ദാറ്റ് ഈസ് 1 0 0 0 0. ഓക്കെ, ഇനി അടുത്ത എലമെൻറ്റിൻ്റെ ഇത് dx². എന്താണ്? x² ഡെറിവേറ്റീവ് 2x.
ഓക്കെ, 2x നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ടേംസിലാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്. 2x നമുക്ക് 0 × 1 പ്ലസ് 2 × x പ്ലസ് ബാക്കിയെല്ലാം 0 വരും. ഓക്കെ, അങ്ങനെ എഴുതാം. അപ്പോൾ അത് മൂന്നാമത്തെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് 0, 2 എക്സെട്ര 0 എന്ന് പറയുന്നത് അടുത്ത തേർഡ് റോ ആയിട്ട് എഴുതണം. അപ്പോൾ എപ്പോഴും ഓർത്തേക്കണം, നമ്മൾ ആ ഓർഡറിൽ തന്നെ എഴുതണം. ഓർഡേർഡ് ബേസിസ് ആണ്. അപ്പോൾ ഫസ്റ്റ് എഴുതേണ്ടത് എന്താ? 1ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. ഇവിടെ 0 എഴുതിയേക്കുന്നത്. അടുത്തത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2 വേണം രണ്ടാമത് എഴുതാൻ. പിന്നെ x² കോഎഫിഷ്യൻ്റ് 0 എക്സെട്ര x⁻n കോഎഫിഷ്യൻ്റ് 0. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഓർഡറിൽ തന്നെ എഴുതണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഓർഡേർഡ് ബേസിസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ലാസ്റ്റ് dx⁻n അവസാനത്തെ എലമെൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. x⁻n ഡെറിവേറ്റീവ് nx⁻n-1 ആണ്. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ ടേംസിൻ്റെ സ്കെയിലാസ് 0 എഴുതുന്നു. nx⁻n-1 മാത്രമേ ഉള്ളൂ നോൺ സീറോ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് വരും? 0 0 0 0 x⁻n-1ൻ്റെ കോഎഫിഷ്യൻ്റ് അവിടെ n വരും. ലാസ്റ്റ് x⁻n അവിടെ 0യും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് മെട്രിക്സ് എഴുതുന്നതെന്ന് മനസ്സിലായോ? നമുക്ക് ബേസിസ് ഇവിടെ നമ്മുടെ രണ്ട് സ്പേസും സെയിം ആയതുകൊണ്ട് സെയിം ബേസിസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഓരോ എലമെൻറ്റിൻ്റെയും ഇമേജസ് കണ്ടിട്ട് ആ ഇമേജസിനെ ഈ എലമെൻസിൻ്റെ തന്നെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി. ഓക്കെ, ഇനി എങ്ങനെ മെട്രിക്സ് എഴുതാം? ഇനി നമ്മൾ ഇവിടുത്തെ കോഎഫിഷ്യൻസിനെ ഫസ്റ്റ് d1ൻ്റെ കോഎഫിഷ്യൻസിനെ ഫസ്റ്റ് കോളാക്കി എഴുതുന്നു. രണ്ടാമത്തെ dxൻ്റെ കോഎഫിഷ്യൻസിനെ സെക്കൻഡ് കോളാക്കി എഴുതുന്നു. അങ്ങനെ എക്സെട്ര വന്ന് അവസാനത്തേൻ്റെ കോഎഫിഷ്യൻസിനെ dx⁻n കോഎഫിഷ്യൻ്റെ അവസാനത്തെ കോളാക്കി എഴുതുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഏറ്റവും എക്സാമിന് ചോദിക്കുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പെട്ടെന്ന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഇവിടെ. ഓക്കെ, നമുക്ക് കുറച്ച് ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കാം. 7.5 Consider the linear mapping f from r² to r³ given by f of xy is equal to x plus 2y to x minus y minus x. Determine the matrix of f relative to the natural ordered basis. ഓക്കെ, ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ മെട്രിക്സ് കണ്ടുപിടിക്കണം. റിലേറ്റീവ് ടു ദ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് ഓഫ് ദിസ് ആൻഡ് ദിസ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്? r² നാച്ചുറൽ ബേസിസും r³ നാച്ചുറൽ ബേസിസും വെച്ചുള്ള മെട്രിക്സ് കണ്ടുപിടിക്കണം. പിന്നെ രണ്ടാമത് എന്താ ചോദിച്ചേക്കുന്നത്? റിലേറ്റീവ് ടു ദ ഓർഡേർഡ് ബേസിസ്. r² ഒരു ബേസിസ് തന്നിട്ടുണ്ട്, r³ വേറൊരു ബേസിസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിത് രണ്ട് പ്രോബ്ലമായിട്ട് വേണേൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നാച്ചുറൽ ബേസിസുകൾ വെച്ചുള്ള മെട്രിക്സ് എഴുതണം. രണ്ടാമത് എന്താണ്? r² ഈ ബേസിസ് എടുക്കുക, r³ ഈ ബേസിസ് എടുക്കുക. ഈ ബേസിസ് വെച്ചുള്ള മെട്രിക്സ് എഴുതണം. ഓക്കെ, എപ്പോഴും നമുക്ക് നാച്ചുറൽ ബേസിസ് വെച്ചുള്ള മെട്രിക്സ് എഴുതാൻ മാത്രമല്ല ചോദിക്കാറുള്ള, വേറെ മെട്രിക്സും തരാം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദിച്ചേക്കുന്നത് നാച്ചുറൽ ബേസിസ് ആണ്. അപ്പോൾ നമ്മൾ r² നാച്ചുറൽ ബേസിസിനെ b1 എന്ന് വിളിച്ചു, 1 0 0 1. r3 നാച്ചുറൽ ബേസിസ് b2 ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് b1 എലമെൻസിൻ്റെ ഇമേജസിനെ b2 എലമെൻസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. എന്നിട്ട് അവിടുത്തെ കോഎഫിഷ്യൻസ് കോളമാക്കി എഴുതുക. ഇത്രയും ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് f of 1 0 കാണുന്നു. 1 0 ഇവിടെ കൊടുക്കുമ്പോൾ 1 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 2 -1. ഓക്കെ, f of 1 0 എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് 1 2 -1 കിട്ടും. 1 2 ഇനി എന്താ ചെയ്യേണ്ടത്? 1 2 -1 എവിടുത്തെ എലമെൻ്റ് ആണ്? r³ എലമെൻ്റ് ആണ്. therefore അതിനെ b2ൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, നാച്ചുറൽ ബേസിസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. 1 × 1 0 0 + 2 × 0 1 0 -1 × 0 0 1. ഓക്കെ, അതുപോലെ തന്നെ ഇനി എന്താണ്? 0 1ൻ്റെ r² ബേസിസിലെ രണ്ടാമത്തെ എലമെൻ്റായ 0 1ൻ്റെ ഇമേജ് കണ്ടുപിടിക്കുന്നു. ആ ഇമേജിനെ b2ൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇനി മെട്രിക്സ് എഴുതാലോ. മെട്രിക്സ് ഓഫ് എഫ് എന്താണ്? ഫസ്റ്റിൻ്റെ കോഎഫിഷ്യൻസിനെ ഫസ്റ്റ് കോളാക്കി എഴുതുന്നു, 1 2 -1. രണ്ടാമത്തേതിൻ്റെ കോഎഫിഷ്യൻ സ്കെയിലാസിനെ രണ്ടാമത്തെ കോളാക്കി എഴുതുന്നു, 2 -1 0. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്താൽ മതി. ഇനി അടുത്തത് എന്താണ്? ഇനി നമുക്ക് ബേസിസ് വേറെ ബേസിസാണ് വന്നേക്കുന്നത്. നമ്മുടെ ഡിപ്പാച്ചർ സ്പേസ് r², r²ൻ്റെ ബേസിസ്
0 1 1 1 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആർ ക്യൂബിൻ്റെ ബേസിസ് ബി ടു ആയിട്ടും എടുക്കുന്നു. ഓക്കെ, ഇനി എന്താ മെട്രിക്സ് ഓഫ് എഫ് റിലേറ്റീവ് ടു ദീസ് ബേസിസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ വേണ്ടേ, B1ൻ്റെ എലമെൻസിൻ്റെ ഇമേജസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് 0 1 കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഓക്കെ, എഫ് ഓഫ് 0 1 നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചതായിരുന്നു. എഫ് ഓഫ് 0 1 എന്താണ് 2 - 1 0. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടേ, ഈ 2 - 1 0നെ ആർ ക്യൂബിന് ഇവർ തന്നിരിക്കുന്ന ഒരു ബേസിസ് ഉണ്ടല്ലോ, ആ ബേസിസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, തൊട്ട് മുമ്പുള്ളതിനകത്ത് നമുക്ക് നാച്ചുറൽ ബേസിസ് ആയിരുന്നു തന്നിരുന്നത്. നാച്ചുറൽ ബേസിസ് വരുമ്പോൾ നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇനി എന്താണ്, പക്ഷെ നമുക്കിവിടെ B2 നാച്ചുറൽ ബേസിസ് അല്ല. അപ്പോൾ നമുക്ക് ഇതിനെ 2 - 1 0നെ ഇതിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ചെയ്താൽ മതി. എങ്ങനെ ചെയ്താൽ മതി, λ1 × 0 0 1 + λ2 × 0 1 1 + λ3 × 1 1 എന്ന് എഴുതുന്നു. ഇനി അപ്പോൾ എന്താ, ഇത് രണ്ടും ഒരു ഇക്വേഷനാണിത്. അപ്പോൾ രണ്ട് സൈഡും ഇക്വേറ്റ്, ഓരോ കമ്പോണൻസ് വൈസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് 3 അൺനോൺസ് ഇൻ 3 ഇക്വേഷൻസ് കിട്ടും. അതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ λ1 λ2 λ3 കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ സ്കെയിലാസ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആ സ്കെയിലാസ് ഫസ്റ്റ് കോളാക്കി റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ ആ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 3 ഇക്വേഷൻ കിട്ടി. ഓക്കെ, 3 ഇക്വേഷൻ കിട്ടി. ഓക്കെ, λ3യുടെ വാല്യൂ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ്റെ അകത്തുനിന്ന് തന്നെ കിട്ടി. ഓക്കെ, ഇവിടെ നിന്ന് λ3ക്ക് വാല്യൂ കൊടുക്കുമ്പം λ2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, λ2ൻ്റെയും λ3യുടെ വാല്യൂ തേർഡ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ λ1ൻ്റെ ഇക്വേഷനും വാല്യൂവും കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് 0 1നെ എങ്ങനെ എഴുതാം, λ1 × 0 0 1 എന്നായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ λ1ന് പകരം 1 × 0 0 1 - 3 × 0 1 1 + 2 × 1 1 1. ഓക്കെ, ഇനി എന്താണ്, ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മുടെ B1-നകത്തെ ഫസ്റ്റ് എലമെൻറ്റിനെ B2ൻ്റെ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഇനി B1-നകത്തെ രണ്ടാമത്തെ എലമെൻറ്റ് എന്തായിരുന്നു, 1 1 ആണ്. ഓക്കെ, ഇനി 1 1ൻ്റെ ഇമേജ് കണ്ടുപിടിക്കണം. അതിനെ ഇതിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്ത് അവിടുത്തെ സ്കെയിലാസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം എഫ് ഓഫ് 1 1 കണ്ടുപിടിക്കുന്നു. എഫ് ഓഫ് 1 1 നമ്മുടെ ഫംഗ്ഷൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പം 3 1 - 1 ആണ് കിട്ടുന്നത്. അതിനെ നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ അതിനെ B2ൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഓരോ കോർഡിനേറ്റ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, 3 ഇക്വേഷൻസ് കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടുത്തെ സ്കെയിലാസ് കിട്ടുന്നു. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഓഫ് 1 1 1 1 1 = -2 × 0 0 1 -2 × 0 1 1 + 3 × 1 1 1. ഓക്കെ, ഇനി എങ്ങനെ മെട്രിക്സ് എഴുതാം, ഫസ്റ്റ് എഫ് ഓഫ് 0 1 ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്കെയിലാർസ് 1 -3 2, അതിനെ ഫസ്റ്റ് കോളാക്കി എഴുതുക, 1 -3 2. ഓക്കെ, നെക്സ്റ്റ് എഫ് ഓഫ് 1 1 1ൻ്റെ സ്കെയിലാർസ് -2 3, അതിനെ സെക്കൻഡ് കോളാക്കി എഴുതുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചെയ്യാനുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, ഇവിടെയും രണ്ടാമത്തെ 7.2ഉം നമുക്ക് അതുപോലൊരു ക്വസ്റ്റ്യനാണ്. ഒരു ലീനിയർ മാപ്പ് തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ മെട്രിക്സ് ഓഫ് എഫ് റിലേറ്റീവ് ടു ദ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് റിലേറ്റീവ് ടു ദ ഓർഡേർഡ് ബേസിസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്താൽ പോരെ. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആദ്യം എന്താണ്, ആർ ക്യൂബിൻ്റെ ആർ സ്ക്വയറിൻ്റെ നാച്ചുറൽ ബേസിസ് വെച്ചുള്ള മെട്രിക്സ് കണ്ടുപിടിക്കുക. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് വേറെ ബേസിസ് തന്നിട്ടുണ്ട്, ആ ഓർഡേർഡ് ബേസിസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ ആ ഓർഡേർഡ് ബേസിസിലുള്ള മെട്രിക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ എന്താണ്, ഈ രണ്ടാമത്തെ രീതി ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ ഇമേജസ് കണ്ടുപിടിക്കുക. ആ ഇമേജസിനെ ഈ എലമെൻസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞുള്ള മെട്രിക്സ് കോളം വൈസ് ആ സ്കെയിലാസ് എഴുതുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. 7.2. നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൺസിഡർ ദ ലീനിയർ മാപ്പിംഗ് എഫ് ഫ്രം ആർ ക്യൂബ് ടു ആർ ക്യൂബ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് വൈ സെഡ് തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ മെട്രിക്സ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ദ ഓർഡേർഡ് ബേസിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഒറ്റ ബേസിസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, R3 നിന്ന് R3യിലേക്കുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ
ഇവിടെ ഒരു ബേസിസേ ഉള്ളൂ, രണ്ടെണ്ണമായിട്ട് തന്നിട്ടില്ല, ഒരു ബേസിസേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം? ആദ്യം ഇവിടുത്തെ എലമെൻസിൻ്റെ ഇമേജസ് കണ്ടുപിടിക്കുക. ഓക്കെ, അവിടുത്തെ എലമെൻസിൻ്റെ ഇമേജസ് എവിടെയായിരിക്കും? R3 എലമെൻറ്റ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ R3 എലമെൻറ്റ് കിട്ടും. അതിനെ എന്താക്കി എഴുതണം? ഇതിൻ്റെ തന്നെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുക. കാരണം നമുക്കിവിടെ രണ്ട് ബേസിസ് ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ ഇവ സെയിം ബേസിസ് തന്നെ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ ഡിപ്പാച്ചർ സ്പേസും അറൈവൽ സ്പേസും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ബേസിസും സെയിം ആയിട്ട് എടുക്കുക. അപ്പം ആദ്യം f(1 - 1 0) കണ്ടുപിടിച്ചിട്ട് അതിനെ ഈ 3 എലമെൻസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്ത് λ1, λ2, λ3 കണ്ടുപിടിക്കുക. പിന്നെ ഇതിൻ്റെ ഇമേജ് കണ്ടുപിടിക്കുക, അതിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുക. മൂന്നാമത്തേൻ്റെ ഇമേജ് കണ്ടുപിടിക്കുക, അതിനെ ഇതിൻ്റെ തന്നെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അവിടുത്തെ സ്കെയിലാസ് കോളം വൈസ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് 7.4. Suppose that the mapping f from R3 to R3 is linear and such that f of 1 0 0 is equal to 2 3 minus 2, f of 1 1 0 is equal to 4 1 4, f of 1 1 1 is equal to 5 1 minus 7. Find the matrix of f relative to the natural ordered basis of R3. ഓക്കെ, ഇവിടെ എന്താണ് പ്രത്യേകത? നമുക്ക് എഫ് എന്താണെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ഇപ്പം തൊട്ട് മുമ്പ് ചെയ്തതിനകത്ത് എല്ലാത്തിനകത്തും എഫ് എന്താണെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റിനകത്ത് എഫ് എന്താണെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നിട്ടില്ല. പക്ഷേ 3 എലമെൻസിൻ്റെ ഇമേജസ് തന്നിട്ടുണ്ട്. 3 എലമെൻസിൻ്റെ ഇമേജസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ മെട്രിക്സ് ഓഫ് എഫ് റിലേറ്റീവ് ടു ദി നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് ഓഫ് R3. R3ൻ്റെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസിലുള്ള മെട്രിക്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് എന്ന് പറഞ്ഞാൽ 1 0 0, 0 1 0 ആൻഡ് 0 0 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടും R3 തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ബേസിസ് എടുത്താൽ മതി. ഈ ബേസിസ് തന്നെയാണ് ഡിപ്പാച്ചർ സ്പേസിൻ്റെയും അറൈവൽ സ്പേസിൻ്റെയും ബേസിസ് ആയിട്ട് ഈ നാച്ചുറൽ ബേസിസ് തന്നെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? f of 1 0 0 കിട്ടണം. അതുപോലെ f of 0 1 0യും f of 0 0 1ഉം നമുക്ക് അറിയാമെങ്കിലേ നമുക്കിത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ 1 0 0 നമുക്ക് തന്നിട്ടുണ്ട്, f of 1 0 0 തന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി തന്നിരിക്കുന്ന ഇതിനകത്തുനിന്ന് നമുക്കിനി f of 0 1 0യും f of 0 0 1ഉം നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുന്നു. 3 പോയിൻറ്റ്സിലുള്ള ഇമേജസ് നമുക്ക് തന്നിട്ടുണ്ട്. 1 0 0. ഓക്കെ, 1 0 0യിലുള്ള ഇമേജ് ഉണ്ട്. ഇനി നമുക്ക് 0 1 0യുടെ f of 0 1 0 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, 0 1 0നെ നമുക്ക് എങ്ങനെ എഴുതാം? 0 1 0 ഈസ് ഇക്വൽ ടു 1 1 0 മൈനസ് 1 0 0 ആണല്ലോ. നോക്കിയേ, ഇത് രണ്ടും സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കിയേ, 0 1 0 ആണല്ലോ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 0 1 0നെ നമ്മൾ 1 1 0 മൈനസ് 1 0 0 എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എഫ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എഫ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എഫ് എടുക്കുന്നു. അപ്പോൾ എഫ് ഓഫ് 0 1 0 ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എഫ് എടുക്കും, റൈറ്റ് സൈഡിൽ എഫ് ഓഫ് 1 1 0 മൈനസ് 1 0 0 എന്ന് വരും. ഓക്കെ, ഇനി ലീനിയാരിറ്റിയുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. നമുക്കറിയാം എഫ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഓഫ് എ പ്ലസ് ബി എന്ന് വരുമ്പം എഫ് ഓഫ് 1 1 0, ഇതിനെ നമുക്ക് പ്ലസ് മൈനസ് ഇതെന്ന് എടുക്കാം. അപ്പോൾ എഫ് ഓഫ് 1 1 0 പ്ലസ് എഫ് ഓഫ് മൈനസ് ഓഫ് 1 0 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി ലീനിയാരിറ്റിയുടെ പ്രോപ്പർട്ടി മൈനസ് വരുമ്പോൾ നമുക്ക് എഫ് ഓഫ് ലാംഡ എക്സ് എന്ന് പറയുന്നത് എന്താ? ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് മൈനസ് ഇൻറ്റു 1 0 0നെ എങ്ങനെ എഴുതാം? മൈനസ് എഫ് ഓഫ്, അതായത് -1 ഇൻറ്റു എഫ് ഓഫ് 1 0 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പം അവസാനമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? എഫ് ഓഫ് 1 1 0 മൈനസ് എഫ് ഓഫ് 1 0 0 എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതിയേക്കുവാണ്. അത് നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ രണ്ട് പ്രോപ്പർട്ടി വെച്ചാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, ഓക്കെ, ഇനി എന്താണ്? എഫ് ഓഫ് 1 1 0 നമുക്ക് എന്താണ് തന്നിട്ടുണ്ട്. അതുപോലെ എഫ് ഓഫ് 1 0 0യും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ.
ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4 1 4 മൈനസ് 2 3 മൈനസ് 2 ദാറ്റ് ഈസ് 2 മൈനസ് 2 6. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കേണ്ട രീതിയിലുള്ള എലമെൻറ്റ്സ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അത് കാരണമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റിയത്. 100യുടെ ഇമേജ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി 010നെ നമുക്ക് 110യുടെയും 100യുടെയും ഡിഫറൻസ് ആക്കി എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ എഫ് അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് 010യുടെയും ഇമേജ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, ഇനി എന്താണ്? നമുക്ക് 001ൻ്റെയും കൂടെ ഇമേജ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 001 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 110യിൽ നിന്ന് 111ൽ നിന്ന് 110 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പിന്നെയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ എഫ് അപ്ലൈ ചെയ്യുന്നു രണ്ട് വശത്തും. ദാറ്റ് ഈസ് എഫ് ഓഫ് 001 ഈസ് ഇക്വൽ ടു എഫ് ഓഫ് 111 മൈനസ് എഫ് ഓഫ് 110. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും നമുക്ക് ഇമേജസ് എന്താണെന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് എഴുതുന്നു. ദാറ്റ് ഈസ് 10 മൈനസ് 11 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇനി എന്തെഴുതാം? മെട്രിക്സ് എഴുതാമല്ലോ. ഓക്കെ, എഫ് ഓഫ് 100 2 3 മൈനസ് 2 ആണ്. ആ 2 3 മൈനസ് 2നെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ 2 ഇൻറ്റു 100 പ്ലസ് 3 ഇൻറ്റു 010 പ്ലസ് മൈനസ് 2 ഇൻറ്റു 001. അതായത് R3ൻ്റെ നാച്ചുറൽ ബേസിസിൻ്റെ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടുത്തെ സ്കെയിലാസ് എന്താണ്? 2 3 മൈനസ് 2. ആ 2 3 മൈനസ് 2നെ നമ്മൾ ഫസ്റ്റ് കോളാക്കി എഴുതുന്നു. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ബേസിസ് വരുമ്പോൾ നമുക്ക് ഇത്രയും എഴുതിയാലും മതി. ആ 2 3 മൈനസ് 2നെ ഫസ്റ്റ് കോളാക്കി എഴുതിയാൽ മതി നാച്ചുറൽ ബേസിസ് വരുമ്പോൾ. കാരണം നമുക്ക് അതിനെ ഇങ്ങനെ സ്കെയിലാസ് ആ എലമെൻറ്റ് തന്നെയായിരിക്കും അവിടുത്തെ സ്കെയിലാസും വരുന്നത്. ഓക്കെ, ഇപ്പോൾ 2 3 മൈനസ് 2നെ നമ്മൾ ഫസ്റ്റ് കോളാക്കി എഴുതുന്നു. ഇനി രണ്ടാമത്തെ എന്താണ്? 2 മൈനസ് 2 6 ആണ്. ഓക്കെ, അപ്പോൾ അതുമാണ് നമ്മൾ അതിനെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 100 010 001 എഴുതുമ്പോഴും അവിടെ വരുന്ന സ്കെയിലാർസ് ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സെക്കൻഡ് കോളാക്കി എഴുതുന്നു. 2 മൈനസ് 2 6. ഓക്കെ, സെക്കൻഡ് കോളാക്കി എഴുതി. ഇനി മൂന്നാമത്തെ എലമെൻറ്റിൻ്റെ ഇമേജ് 10 മൈനസ് 11 ആയിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ 10 മൈനസ് 11 മൂന്നാമത്തെ കോളാക്കി എഴുതുന്നു. ഓക്കെ, ഇതാണ് ഇവിടുത്തെ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് എഫ് എന്താണെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നിട്ടില്ലായിരുന്നു. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ച് നമ്മൾ നാച്ചുറൽ ഓർഡേർഡ് ബേസിസിൻ്റെ ഇമേജസ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ അവിടുത്തെ മെട്രിക്സ് കോളം വൈസ് അവിടുത്തെ സ്കെയിലാസ് എഴുതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, next is theorem 7.1. If V, W are dimensions m, n respectively, and if f, G from V to W are linear, then relative to fixed ordered basis, the matrix of f plus G is equal to matrix of f plus matrix of G. And for every scalar lambda, matrix of lambda f is equal to lambda into matrix of f. ഓക്കെ, ഇതൊരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ മെട്രിക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഡിപ്പാച്ചർ സ്പേസിലെയും അറൈവൽ സ്പേസിലെയും ബേസിസും എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ മെട്രിക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ആ മെട്രിക്സിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസാണ് തന്നിരിക്കുന്നത്. അതായത് രണ്ട് ലീനിയർ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ എഫ് പ്ലസ് ജിയുടെ മെട്രിക്സ് എന്തായിരിക്കും? എഫിൻ്റെ മെട്രിക്സ് കണ്ടുപിടിക്കുക പ്ലസ് ജിയുടെ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എഫ് പ്ലസ് ജിയുടെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മെട്രിക്സ് എഫ് പ്ലസ് മെട്രിക്സ് ജി ചെയ്താൽ മതി. അതുപോലെ മെട്രിക്സ് ഓഫ് ലാംഡ എഫ് എന്താണ്? ലാംഡ ഇൻറ്റു മെട്രിക്സ് എഫ് ആണ്. ഓക്കെ, പ്രൂഫ്. ലെറ്റ് മെട്രിക്സ് ഓഫ് എഫ് ഇസ് ഇക്വൽ ടു xij n by m and matrix of G is equal to yij n by m relative to fixed ordered basis vi m of v and wi n of w. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് എഫ് എന്ന് പറയുന്നത് വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ മാപ്പാണ്. അവിടെ വിയുടെ ഡയമെൻഷൻ എമ്മും ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ എന്നും ആയിരിക്കും. ഓക്കെ, അപ്പം മെട്രിക്സ് ഓഫ് എഫിൻ്റെയും മെട്രിക്സ് ഓഫ് ജിയുടെയും ഓർഡർ എന്തായിരിക്കും?
തിരിച്ചു വരും. അതായത് n/m ആയിരിക്കും. അതാണ് ഇവിടെ n/m എന്ന് കൊടുത്തേക്കുന്നത്. m ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൽ നിന്ന് n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിലേക്കുള്ള ഒരു ലീനിയർ മാപ്പിൻ്റെ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? n/m ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് രണ്ട് മെട്രിക്സ് നമ്മൾ എഴുതി. ഇനി എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? മെട്രിക്സ് ഓഫ് എഫ് പ്ലസ് ജി ഈസ് ഇക്വൽ ടു മെട്രിക്സ് ഓഫ് എഫ് പ്ലസ് മെട്രിക്സ് ഓഫ് ജി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഫോർ ഐ ഈസ് ഇക്വൽ ടു 1 to etc m we have f of vi is equal to summation xji wj. ഓക്കെ, അതെങ്ങനെയാണ് വന്നത്? നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് R2-വിൽ നിന്ന് R2-വിലേക്കുള്ള ഒരു ഫങ്ഷൻ എഫ് ആണെന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ കണ്ടുപിടിച്ചപ്പം മെട്രിക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് സം എ ബി സി ഡി ആണെന്ന് വെക്കുക. അപ്പോൾ R2 നിന്ന് R2-വിലേക്ക് ആകുമ്പം 2/2 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, എ ബി സി ഡി എന്ന് വെക്കുക. ഓക്കെ, അപ്പം അങ്ങനെയാകുമ്പം R2-വിൻ്റെ അകത്തെ ബേസിസിനകത്തെ എലമെൻറ്റ്സ് ആണ് V1 V2. ഈ R2-വിലെ ബേസിസ് W1 W2 ആയിട്ടാണ് തന്നിരിക്കുന്നതെന്ന് വെക്കുക. ഓക്കെ, ആദ്യത്തേൻ്റെ V1 V2, രണ്ടാമത്തെ R2-വിൻ്റെ വേറൊരു ബേസിസ് W1 W2 ആണെന്ന് വെക്കുക. ഓക്കെ, അപ്പം ശരിക്കും ഈ എ സി എന്ന് പറയുന്നത് എന്താണ്? എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? R2-വിൻ്റെ ഈ V1-ൻ്റെ ഇമേജ് നമ്മൾ കണ്ടു. അതിനെ നമ്മൾ ഈ W1 W2-ൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തു. അവിടുത്തെ സ്കെയിലാസ് അല്ലേ ഫസ്റ്റ് കോളായിട്ട് നമ്മൾ എഴുതുന്നത്. അതായത് എ സിനെ നമുക്ക് അത് വെച്ചുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് വി വൺ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു W1 പ്ലസ് സി ഇൻറ്റു W2 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അതുപോലെ എഫ് ഓഫ് V2 എന്താണ്? എഫ് ഓഫ് V2 എന്ന് പറയുന്നത് എൻ്റെ സ്കെയിലാസ് ആണ് നമ്മൾ സെക്കൻഡ് കോളാക്കി എഴുതുന്നത്. ഓക്കെ, അതായത് ബി ഇൻറ്റു W1 പ്ലസ് ബി ഇൻറ്റു W2. ഓക്കെ, അതുപോലെയാണ് ഇവിടെ ഇത് എഴുതിയിരിക്കുന്നത്. എഫ് ഓഫ് വി ഐ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് വി ഐ അതായത് ith എലമെൻറ്റിൻ്റെ എഫ് ഇമേജ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതെന്തായിരിക്കും? ith ഇമേജിൻ്റെ എഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്കെയിലാസ് എന്തായിരിക്കും? ith കോളായിരിക്കും. ith കോളത്തിൽ വരുന്ന ആ സ്കെയിലാസ് ആയിരിക്കും ith എലമെൻറ്റിൻ്റെ വി ഐയുടെ ഇമേജസിൻ്റെ അകത്ത് വരുന്ന സ്കെയിലാസ്. ഓക്കെ, അപ്പോൾ അതെന്തായിരിക്കും? ith കോളം എന്താണ്? ഒരു മെട്രിക്സിൻ്റെ ith കോളം എന്താണ്? x1i x2i എക്സെട്ര. എക്സ് ഇതൊരു n/m മെട്രിക്സ് ആണ്. ദെയർഫോർ എക്സ് ni വരെ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ എഴുതുന്നത്? എഫ് ഓഫ് വി ഐനെ നമ്മൾ എങ്ങനെ എഴുതും? ഒന്ന് എഴുതി നോക്കാം. എഫ് ഓഫ് വി ഐനെ നമ്മളിപ്പോൾ ഒരു 2/2-ൻ്റെ കേസ് നമ്മളിപ്പം കണ്ടു. അതുപോലെ ഇപ്പോൾ നമ്മളൊരു എഫ് ഓഫ് വി ഐ എങ്ങനെയൊക്കെ നമ്മൾ എഴുതുന്നത്? x1i ഇൻറ്റു W1 പ്ലസ് x2i ഇൻറ്റു W2 പ്ലസ് എക്സെട്ര പ്ലസ് xni ഇൻറ്റു WN. ഓക്കെ, അതിന് നമുക്കിങ്ങനെ സമ്മേഷൻ്റെ രീതിയിൽ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യത്തില്ലേ? സമ്മേഷൻ ജെ വേരീസ് ഫ്രം 1 to n xji ഇൻറ്റു WJ. അങ്ങനെ എഴുതാലോ. ഈ നമ്മൾ ഈ എഴുതിയിരിക്കുന്നതിന് സമ്മേഷൻ്റെ ഫോമിൽ എഴുതുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഈ സമ്മേഷൻ കിട്ടിയതെന്ന് മനസ്സിലായോ? ഇത് എഫ് ഓഫ് വി ഐ എങ്ങനെയാണ്? എഫ് ഓഫ് വി ഐ എന്ന് പറയുന്നത് നമ്മൾ മെട്രിക്സിൻ്റെ ith കോളത്തിൻ്റെ അവിടെ വരുന്ന സ്കെയിലാസ് ആണ് എഫ് ഓഫ് വി ഐയിലെ സ്കെയിലാസ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ? ഇനി എഫ് ഓഫ് ജി ഓഫ് വി ഐയും എങ്ങനെയാണ്? അതുപോലെ തന്നെ നമുക്ക് എഴുതത്തില്ലേ? ജി ഓഫ് വി ഐ വരുമ്പം ജിയുടെ മെട്രിക്സ് ആണ് y ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ജിയുടെ മെട്രിക്സിനകത്ത് yij n/m എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജി ഓഫ് വി ഐ നമുക്ക് എങ്ങനെ എഴുതാം? ആ ജിയുടെ മെട്രിക്സിൻ്റെ ith കോളത്തിനകത്ത് വരുന്ന സ്കെയിലാസ് ആയിരിക്കും ജി ഓഫ് വി ഐയിലെ സ്കെയിലാസ്. ഓക്കെ, അതിന് നമുക്ക് സമ്മേഷൻ രീതി എഴുതുമ്പം സമ്മേഷൻ ജെ വേരീസ് ഫ്രം 1 to n yji ഇൻറ്റു WJ എന്ന് എഴുതാം. ഓക്കെ, ഇറ്റ് ഫോളോസ് ദാറ്റ് എഫ് പ്ലസ് ജി ഓഫ് വി ഐ ഈസ് ഈക്വൽ ടു
ഓക്കെ, നമുക്കറിയാം എഫ് പ്ലസ് ജി ഓഫ് ഇ ഐനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് ഇ ഐ പ്ലസ് ജി ഓഫ് ഇ ഐ എന്ന് എഴുതാലോ. എഫ് ഓഫ് ഇ ഐ പ്ലസ് ജി ഓഫ് ഇ ഐ എന്ന് എഴുതാം. എഫ് പ്ലസ് ജി ഓഫ് ഇ ഐനെ. ഓക്കെ, ഇനി എഫ് ഓഫ് ഇ ഐ എന്താണ്? സമ്മേഷൻ ജെ വേരിയസ് ഫ്രം 1 to n എക്സ് ജെ ഐ ഡബ്ല്യു ജെ ആൻഡ് ജി ഓഫ് ഇ ഐ സമ്മേഷൻ ജെ വേരിയസ് ഫ്രം 1 to n വൈ ജെ ഐ ഇൻറ്റു ഡബ്ല്യു ജെ. ഓക്കെ, അപ്പോൾ നമ്മൾ സമ്മേഷൻ അത് കോമൺ ആക്കി എഴുതുമ്പം ഇങ്ങനെ എഴുതാം. സമ്മേഷൻ ജെ വേരിയസ് ഫ്രം 1 to n എക്സ് ജെ ഐ പ്ലസ് വൈ ജെ ഐ ഇൻറ്റു ഡബ്ല്യു ജെ എന്ന് നമുക്ക് ഒരുമിച്ച് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതി? എഫ് പ്ലസ് ജിയിനകത്തെ വി ഐയുടെ ഇമേജിനെ നമ്മൾ ഡബ്ല്യു ജെ എസിൻ്റെ ഇമേജസിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് എഴുതാൻ പറ്റി. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന സ്കെയിലാസ് എന്താണ്? എക്സ് ജെ ഐ വൈ ജെ ഐ. എക്സ് ജെ ഐ വൈ ജെ ഐ ആണ് അവിടുത്തെ കോഎഫിഷ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി മെട്രിക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് എക്സ് ഐ ജെ എൻ ബൈ എം ആണെങ്കിൽ എഫ് ഓഫ് ഇ ഐ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എക്സ് ഐ ജെ എന്നുള്ളത് എക്സ് ജെ ഐ ആയിട്ടാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, എഫ് ഓഫ് ഇ ഐ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് ഐ ജെ മെട്രിക്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ് ജെ ഐ ആയിട്ടാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു തന്നു. ith കോളത്തിനകത്ത് വരുന്ന കോഎഫിഷ്യൻസ് ആണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? എഫ് പ്ലസ് ജിയിലുള്ള വി ഐയുടെ ഇമേജ് കണ്ടുപിടിക്കുക. എഫ് പ്ലസ് ജി ഓഫ് ഇ ഐ. ഓക്കെ, അവിടെ വരുന്ന സ്കെയിലാസ് എന്താണ്? എക്സ് ജെ ഐ പ്ലസ് വൈ ജെ ഐ. എക്സ് ജെ ഐ പ്ലസ് വൈ ജെ ഐ. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് നമുക്ക് എങ്ങനെ എഴുതാം? മെട്രിക്സ് ഓഫ് എഫ് പ്ലസ് ജി എങ്ങനെ എഴുതാം? എക്സ് ഐ ജെ പ്ലസ് വൈ ഐ ജെ എൻ ബൈ എം എന്ന് എഴുതാമല്ലോ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ തിരിച്ച് ചിന്തിച്ചാലും മതി. മെട്രിക്സ് ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് എക്സ് ഐ ജെ പ്ലസ് വൈ ഐ ജെ ആണെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് ഇ ഐ എന്തായിരിക്കും? എക്സ് ജെ ഐ പ്ലസ് വൈ ജെ ഐ ഇൻറ്റു ഡബ്ല്യു ഐ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിയ പോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചിന്തിച്ചാലും മതി. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ വരുമ്പം നമുക്ക് ആ മെട്രിക്സ് ഓഫ് എഫ് പ്ലസ് ജിനെ നമുക്ക് എക്സ് ഐ ജെ പ്ലസ് വൈ ഐ ജെ ഇൻറ്റു എൻ ബൈ എം എന്ന് എഴുതാം. ഓക്കെ, ഇനി എക്സ് ഐ ജെ പ്ലസ് എക്സ് ഐ ജെ എം ബൈ എൻ എന്ന് പറയുന്നത് എന്താണ്? മെട്രിക്സ് ഓഫ് എഫ് ആണ്. വൈ ഐ ജെ എം ബൈ എൻ എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് ജി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? മെട്രിക്സ് ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് എഫ് പ്ലസ് മെട്രിക്സ് ഓഫ് ജി എന്ന് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ അവിടുത്തെ സ്കെയിലാസ് വെച്ചാണ് ആ മെട്രിക്സിനെ സ്കെയിലാസാണ് ആ മെട്രിക്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ലാംഡ മെട്രിക്സ് ഓഫ് ലാംഡ എഫ് ഈസ് ഇക്വൽ ടു ലാംഡ ഇൻറ്റു മെട്രിക്സ് എഫ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സിമിലർലി ഫോർ എവരി സ്കെയിലാർ ലാംഡ വി ഹാവ് ലാംഡ എഫ് ഓഫ് ഇ ഐ. എഫ് ഓഫ് ഇ ഐ നമുക്ക് എന്താണെന്നറിയാം. ഇവിടെ നമ്മൾ ലാംഡ എഫ് ഓഫ് ഇ ഐ ആണ്. ഓക്കെ, അപ്പോൾ എന്താ വരും? സമ്മേഷൻ ജെ വേരിയസ് ഫ്രം 1 to n ലാംഡ എഫ് ഓഫ് ഇ ഐ വരുമ്പോൾ ഇവിടെ ലാംഡ എക്സ് ജെ ഐ ഇൻറ്റു ഡബ്ല്യു ജെ എന്ന് എഴുതുന്നു. ഓക്കെ, അത് നമുക്ക് ലീനിയാരിറ്റി വെച്ചാണ് ലാംഡ എഫ് ഓഫ് ഇ ഐ. നമുക്കറിയാം എഫ് ഓഫ് ലാംഡ വി ഐനെ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു എഫ് ഓഫ് വി ഐ എന്ന് എഴുതാമല്ലോ. ഓക്കെ, അതുപോലെ ലാംഡ എഫ് ഓഫ് വി ഐനെ നമുക്ക് എഫ് ഓഫ് ലാംഡ വി ഐ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ വി ഐ ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സമ്മേഷൻ ലാംഡ എക്സ് ജെ ഐ ഡബ്ല്യു ജെ എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ നോക്കാം? വി ഐയുടെ ലാംഡ എഫിൻ്റെ ഇമേജാണ് നമുക്കിത് തന്നിരിക്കുന്നത്. അവിടുത്തെ സ്കെയിലാസ് എന്താണ്? ലാംഡ ഇൻറ്റു എക്സ് ജെ ഐ ആണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു എക്സ് ഐ ജെ എൻ ബൈ എം എന്ന് വരും. ഓക്കെ, ലാംഡ എഫ് ഓഫ് വി ഐ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത മെട്രിക്സ് എങ്ങനെ എഴുതാം? നമ്മൾ ഇവിടെ വന്നപ്പം ഇവിടെ തിരിഞ്ഞു വന്ന പോലെ, ഇവിടെ എക്സ് ഐ ജെ വന്നപ്പം എഫ് ഓഫ് വി ഐക്കകത്ത് എക്സ് ജെ ഐ വന്ന പോലെ ഇവിടെ ലാംഡ എക്സ് ജെ ഐ ആണ്. അപ്പോൾ അടുത്ത മെട്രിക്സ് എന്ത് വരും? ലാംഡ ഇൻറ്റു എക്സ് ഐ ജെ എൻ ബൈ എം എന്ന് എഴുതാം. ഓക്കെ, അതായത് മെട്രിക്സ് ഓഫ് ലാംഡ എഫ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് ഐ ജെ എൻ ബൈ എം എന്ന് എഴുതാം. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു എക്സ് ഐ ജെ, ലാംഡ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം, എൻ ബൈ എം എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു മെട്രിക്സ് എഫ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ. ഇവിടെ ഒറ്റ സ്റ്റെപ്പായിട്ട് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സൈഡിലൊന്ന് എഴുതി വെക്കാം. ദാറ്റ് ഈസ് വിച്ച് ഇംപ്ലൈസ്, ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് വിച്ച് ഇംപ്ലൈസ് മെട്രിക്സ് ഓഫ് ലാംഡ എഫ്.
matrix of lambda f is equal to lambda into the matrix lambda xij n by m. നമുക്ക് lambda outside എടുക്കാം. lambda into xij n by m. Okay, which is equal to lambda into xij n by m എന്താണ്? xij n by m നമ്മുടെ matrix of f ആണ്. അപ്പോൾ lambda into matrix f എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ തിയറം പ്രൂവ് ചെയ്തു. നമ്മളിവിടെ പ്രൂവ് ചെയ്തത് മെട്രിക്സ് ഓഫ് എഫ് പ്ലസ് ജി ഇസ് ഇക്വൽ ടു മെട്രിക്സ് ഓഫ് എഫ് പ്ലസ് മെട്രിക്സ് ഓഫ് ജി എന്നും ആൻഡ് മെട്രിക്സ് ഓഫ് ലാംഡ എഫ് ഇസ് ഇക്വൽ ടു ലാംഡ ഇൻറ്റു മെട്രിക്സ് ഓഫ് എഫ് എന്നുമാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് കൺസിഡർ ദ സെറ്റ് LIN MN VW. ഓക്കെ, അതെന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ ലീനിയർ മാപ്പിംഗ്സ് ഫ്രം എ വെക്റ്റർ സ്പേസ് V of dimension M to a vector space W of dimension N, each over the same field F. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നൊട്ടേഷൻ കൊണ്ട് നമ്മൾ എന്താ മീൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദി ലീനിയർ മാപ്പിംഗ്സ് ഫ്രം എ വെക്റ്റർ സ്പേസ് V of dimension M to a vector space W of dimension N. Okay, it is clear that under the usual addition and multiplication by scalars, the linear mappings from n dimension vector space to n dimension vector space is a vector space. Okay, അപ്പം ഈ കളക്ഷൻ ഓഫ് ലീനിയർ മാപ്പിംഗ്സ് എന്ന് പറയുന്നത്, അതായത് വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ മാപ്പിംഗ്സിൻ്റെ കളക്ഷൻ എടുത്തു. അപ്പോൾ ആ കളക്ഷൻ എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് വെക്റ്റർ സ്പേസ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? വെക്റ്റർ സ്പേസ് ആണ് നമുക്ക് 10 കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു 2 കണ്ടീഷൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതായത് വെക്റ്റർ സ്പേസ് ആകുമ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ നോക്കണം? ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണോ എന്ന് നോക്കണം. അതുപോലെ ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് നോക്കണം. ഓക്കെ, ഇപ്പോൾ വെക്റ്റർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണെന്ന് നോക്കാൻ ഇതെന്താണ്? വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ മാപ്പിംഗ്സിൻ്റെ കളക്ഷനാണ് LIN M by N VW നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ എലമെൻറ്റ്സ് എന്താ? ലീനിയർ ട്രാൻസ്ഫർമേഷൻസ് ആണ് ഈ സെറ്റിൻ്റെ അകത്തെ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് 2 എലമെൻറ്റ്സ് എടുത്തു, എഫും ജിയും എടുത്തു. അത് രണ്ടും 2 ലീനിയർ മാപ്പിംഗ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ ലീനിയർ മാപ്പിംഗ്സ് എന്താണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? ഓക്കെ, 2 എഫും ജിയും എടുത്തു. അപ്പോൾ നമുക്കിനി എന്താ പ്രൂവ് ചെയ്യണ്ടേ? അതിൻ്റെ സമ്മ് എഫ് പ്ലസ് ജി ഈ സെറ്റിൻ്റെ അകത്തുണ്ടോ എന്ന് നോക്കണം. അതുപോലെ ലാംഡ എഫും ഈ സെറ്റിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പം എഫ് പ്ലസ് ജി ഈ സെറ്റിനകത്ത് കാണുന്നത് എപ്പോഴാണ്? എഫ് പ്ലസ് ജി വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ മാപ്പ് ആകുമ്പോൾ. ഓക്കെ, അപ്പം എഫ് പ്ലസ് ജി നമ്മൾ ആദ്യം എഫ് പ്ലസ് ജി ഈ സെറ്റിൻ്റെ അകത്തുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എഫ് പ്ലസ് ജി ഒരു ലീനിയർ മാപ്പാണോ എന്ന് നോക്കണം. ഓക്കെ, എഫ് പ്ലസ് ജി ലീനിയർ മാപ്പാണോ എന്ന് നോക്കാൻ എന്ത് ചെയ്യുക? എഫ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എഫ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എഫ് പ്ലസ് ജി ഓഫ് വൈ ആണോ എന്ന് നോക്കുക. അതുപോലെ എഫ് പ്ലസ് ജി ഓഫ് ലാംഡ എക്സ് എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു എഫ് പ്ലസ് ജി ഓഫ് എക്സ് ആണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ അത് നോക്കാൻ വേണ്ടി കൺസിഡർ എഫ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു. ഓക്കെ, നമുക്കറിയാം 2 ഫങ്ഷൻസിനെ സം ചെയ്യുമ്പോൾ നമുക്കറിയാം എഫ് പ്ലസ് ജി ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാമല്ലോ. അതുപോലെ ഇവിടെ എന്തെഴുതാം? എഫ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് വൈനെ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇനി എഫും ജിയും ഒക്കെ എന്താ? ലീനിയർ ഫങ്ഷൻസ് ആണ്, ലീനിയർ മാപ്പിംഗ്സ് ആണ്. അപ്പം എഫ് ഓഫ് എക്സ് പ്ലസ് വൈനെ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് വൈനെ ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് വൈ എന്ന് എഴുതാം. ഓക്കെ, നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ഇത് ഒരുമിച്ച് എഴുതുന്നു. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആൻഡ് പ്ലസ് എഫ് ഓഫ് വൈ പ്ലസ് ജി ഓഫ് വൈ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് ജി ഓഫ് എക്സ്. ഓക്കെ, ഇതിനെ നമുക്ക് എഫ് പ്ലസ് ജി ഓഫ് വൈ. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ എഫ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് വൈനെ നമുക്ക് എഫ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എഫ് പ്ലസ് ജി ഓഫ് വൈ എന്ന് കിട്ടി. ഓക്കെ, അപ്പം എഫ് പ്ലസ് ജി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്നായിരുന്നു നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആകാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കുന്നു. എഫ് പ്ലസ് ജി ഓഫ് ലാംഡ എക്സ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, എഫ് പ്ലസ് ജി ഓഫ് ലാംഡ എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് ലാംഡ എക്സ് പ്ലസ് ജി ഓഫ് ലാംഡ എക്സ്. സിൻസ് എഫ് ആൻഡ് ജി ആർ ലീനിയർ മാപ്പിംഗ്സ്, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു ജി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ് പ്ലസ് ജി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എന്താണ്? എഫ് പ്ലസ് ജി
ലീനിയർ ആകാനുള്ള രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. therefore we can say that f plus g belongs to this set. ഓക്കെ, ഇനി എന്താണ് ഈ സെറ്റ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണോ എന്ന് നോക്കണം. അപ്പം അതിന് വേണ്ടി നമ്മൾ ലാംഡ എഫ് കൺസിഡർ ചെയ്യുന്നു. അതായത് ലാംഡ എഫ് നമുക്ക് തന്നിരിക്കുന്ന ആ ലീനിയർ മാപ്പിങ്സിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കണം. n by m. ഓക്കെ, അതായത് ലാംഡ എഫ് ലീനിയർ ആണോ എന്ന് നോക്കാൻ ലാംഡ എഫ് നമുക്ക് ആ ലീനിയാരിറ്റിയുടെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ദാറ്റ് ഈസ് ലാംഡ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ലാംഡ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ. ഓക്കെ, എഫ് ലീനിയർ മാപ്പിംഗ് ആണല്ലോ, നമുക്കറിയാം എഫ് ലീനിയർ മാപ്പാണ്. അപ്പം നമുക്കറിയാം എഫ് ഓഫ് ലാംഡ എക്സിനെ നമ്മൾ സാധാരണ എങ്ങനെ എഴുതാറുള്ളത്, ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നല്ലേ. ഓക്കെ, അപ്പം ലാംഡ എഫ് ഓഫ് എക്സ് പ്ലസ് വൈന് നമുക്ക് എങ്ങനെ എഴുതാം, ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ. ഓക്കെ ഓക്കെ ലാംഡ എഫ് ഓഫ് എക്സ് പ്ലസ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് വൈ. അതായത് എഫ് ലീനിയർ ആകുമ്പോൾ നമുക്ക് എഫ് ഓഫ് ലാംഡ എക്സിനെ ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എക്സ് എന്ന് എഴുതുന്ന പോലെ ലാംഡ എഫ് ഓഫ് എക്സ് പ്ലസ് വൈനെ നമുക്ക് എഫ് ഓഫ് ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഓക്കെ, അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് ലാംഡ എക്സ് പ്ലസ് ലാംഡ വൈ. ഓക്കെ, വീണ്ടും ലീനിയർ വെച്ച് എഫ് ഓഫ് ലാംഡ എക്സ് പ്ലസ് എഫ് ഓഫ് ലാംഡ വൈ. ഇനി എഫ് ഓഫ് ലാംഡ എക്സിനെ ലീനിയാരിറ്റി വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം, ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് വൈ. ദാറ്റ് ഈസ് ലാംഡ എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ എഫ് ഓഫ് വൈ. ഓക്കെ, അപ്പം നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്ന് വെട്ടിക്കളഞ്ഞേക്കുക. അപ്പം അതിന് പകരം ഇത് എഴുതിയാൽ മതി. ഓക്കെ, അതുപോലെ ലാംഡ എഫ് ഓഫ് സി എക്സ്, ലാംഡ എഫ് ഓഫ് സി എക്സിനെ എങ്ങനെ എഴുതാം, ലാംഡ ഇൻറ്റു എഫ് ഓഫ് സി എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു എഫ് ലീനിയർ ആയതുകൊണ്ട് സി ഇൻറ്റു എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ലാംഡ എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പ്രൂവ് ചെയ്തു, ലാംഡ എഫും ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്തു. അതായത് ലാംഡ എഫ് ഓഫ് എക്സ് പ്ലസ് വൈയും ലാംഡ എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ എഫ് ഓഫ് വൈ എന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ ലാംഡ എഫ് ഓഫ് സി എക്സ് എന്ന് പറഞ്ഞ് സി ഇൻറ്റു ലാംഡ എഫ് ഓഫ് എക്സ് എന്നും പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് ആ കളക്ഷൻ ദ ലീനിയർ മാപ്പിംഗ്സ് ഫ്രം വി ടു ഡബ്ല്യു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്നും പ്രൂവ് ചെയ്തു. ഓക്കെ, പിന്നെ നമുക്ക് എന്താ അഡീഷൻ അബീലിയൻ ആണ്, ക്ലിയർ ആയിട്ട് പറയാം. എഫ് പ്ലസ് ജിയും ജി പ്ലസ് എഫും സെയിം ആണ്. പിന്നെ അസോസിയേറ്റീവ് ആണ്. അതുപോലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്തായിരിക്കും, സീറോ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇൻവേഴ്സ് അഡിറ്റീവ് ഇൻവേഴ്സ് എഫ് എടുത്താൽ മൈനസ് എഫ് ആയിരിക്കും. ഓക്കെ, പിന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. 1 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞ എഫ് ആയിരിക്കും. ബാക്കി ലാംഡ ഇൻറ്റു എഫ് പ്ലസ് ജി ഇസിക്കൽ ലാംഡ എഫ് പ്ലസ് ലാംഡ ജി, അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ കളക്ഷൻ ഒരു വെക്റ്റർ സ്പേസ് ആണ്, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ ഇറ്റ് ഈസ് എ വെക്റ്റർ സ്പേസ്. കൺസിഡർ നൗ ദി മാപ്പിംഗ് ന്യൂ ഫ്രം the collection of all linear mappings from V to W to the n by m matrices over F. ഓക്കെ, നമ്മളിപ്പം കണ്ട ആ സെറ്റിൽ നിന്ന് ദ കളക്ഷൻ ഓഫ് ഓൾ n by m മെട്രിസസിലേക്കുള്ള ഒരു മാപ്പ് ന്യൂ കൺസിഡർ ചെയ്യുന്നു. ഗിവൺ ബൈ ന്യൂ ഓഫ് എഫ് ഇസിക്കൽ ടു മെട്രിക്സ് എഫ്, മെട്രിക്സ് ഓഫ് എഫ്. ഓക്കെ, ഇവിടെയുള്ള ഒരു ലീനിയർ മാപ്പിനെ അതിൻ്റെ മെട്രിക്സിലേക്ക് മാപ്പ് ചെയ്യുവാണ്. ഇത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണല്ലോ. കാരണം നമുക്കറിയാം എഫ് എന്താണ്, എഫ് ഇതിൻ്റെ അകത്തു നിന്നുള്ള ഒരു എലമെൻ്റാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അത്, എഫ് എന്ന് പറയുന്ന ഒരു എം ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൽ നിന്ന് എൻ ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിലേക്കുള്ള ഒരു ലീനിയർ മാപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എം ഡയമെൻഷനിൽ നിന്ന് എൻ ഡയമെൻഷനിലേക്കാണെങ്കിൽ അവിടുത്തെ മെട്രിക്സ് ഓഫ് എഫിൻ്റെ ഓർഡർ എന്തായിരിക്കും, എൻ ബൈ എം ആയിരിക്കും. ഓക്കെ, അപ്പോൾ മെട്രിക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് എൻ ബൈ എം മെട്രിക്സിലെ തന്നെ എലമെൻ്റ് ആയിരിക്കുമല്ലോ. കളക്ഷൻ ഓഫ് ഓൾ എൻ ബൈ എം മെട്രിസസ് ഓവർ എഫിലെ തന്നെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു വെൽ ഡിഫൈൻഡ് മാപ്പാണ്. where V and W are referred to fixed ordered basis VIM and WIN throughout. Okay, this mapping new is in surjective. ഈ മാപ്പിങ് സർജക്റ്റീവ് ആണ്, അതായത് ഓൺ ടു ആണെന്ന് ഈ മാപ്പ്. ഓക്കെ,
To see this, observe that given any n by m matrix m is equal to mij, we can define f of vi is equal to summation mji wj. ഓക്കെ, അപ്പോൾ ഇത് ഓൺ ടു ആണെന്ന് കാണിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ ഏതൊരു എം ബൈ എൻ മെട്രിക്സ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനൊരു പ്രീ ഇമേജ് ഇവിടെ ഉണ്ടെന്നല്ലേ കാണിക്കണ്ടേ? ഓൺ ടു എന്ന് വെച്ചാൽ അതാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു എൻ ബൈ എൻ മെട്രിക്സ് എടുത്തു. ഓക്കെ, ഒരു എൻ ബൈ എൻ മെട്രിക്സ് എടുത്തു. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അവിടെ നമ്മൾ അറിയാം, മെട്രിക്സ് ഓഫ് എഫ് എടുക്കുമ്പം, മെട്രിക്സ് ഓഫ് എഫ് നമ്മളൊരു എൻ ബൈ എൻ മെട്രിക്സ് ആണെങ്കിൽ ഇങ്ങനെ എടുക്കുമ്പം അവിടുത്തെ ഫസ്റ്റ് കോളം എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് കോളം ഡിപ്പാച്ചർ സ്പേസിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അവിടുത്തെ സ്കെയിലാസാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊരു എൻ ബൈ എൻ മെട്രിക്സ് എടുത്താലും നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെൻറ്റ്സ് എന്തായിട്ട് ഡിഫൈൻ ചെയ്താൽ മതി? എഫ് ഓഫ് വി വൺ, അതായത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇമേജിൻ്റെ അകത്ത് വരുന്ന സ്കെയിലാർസ് ആയിട്ട് ഡിഫൈൻ ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് കോളം എഫ് ഓഫ് വി വണ്ണിൻ്റെ ഡബ്ല്യു ഐസിൻ്റെ ലീനിയർ കോമ്പിനേഷനകത്ത് വരുന്ന സ്കെയിലാർസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. മെട്രിക്സ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എൻ ബൈ എൻ മെട്രിക്സ് എടുക്കുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ കോളത്തിന് എന്തായിട്ട് ഡിഫൈൻ ചെയ്യുന്നു? രണ്ടാമത്തെ കോളത്തിൻ്റെ സ്കെയിലാസ് എഫ് ഓഫ് വി ടുവിനെ നമ്മൾ ഡബ്ല്യു വൺ ഡബ്ല്യു ടു എക്സെട്ര ഡബ്ല്യു എന്നിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന സ്കെയിലാസ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെ എക്സെട്ര എഫ് ഓഫ് വി എമ്മിനെ വി എമ്മിൻ്റെ അവിടുത്തെ സ്കെയിലാസ് എന്തായിട്ട് എടുക്കുന്നു? നമുക്ക് ഈ മെട്രിക്സിൻ്റെ ലാസ്റ്റ് കോളത്തിലെ സ്കെയിലാസ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ്, അതിനെ ജനറലൈസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഏതൊരു എൻ ബൈ എൻ മെട്രിക്സ് എടുത്താലും നമുക്കതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ, അതായത് എഫ് ഓഫ് വി ഐ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എം ജെ ഐ ഡബ്ല്യു ജെ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ith എലമെൻറ്റിൻ്റെ ഇമേജിൻ്റെ അകത്ത് വരുന്ന സ്കെയിലാസ് എന്താണ്? നമ്മളിപ്പോൾ എടുത്ത മെട്രിക്സിൻ്റെ ith കോളത്തിൻ്റെ അകത്ത് വരുന്ന എലമെൻറ്റ്സ് ആയിട്ട് എടുത്തു. ഓക്കെ, then by theorem 6.7 this produces a linear mapping f from v to w, and clearly we have matrix of f is equal to m. അപ്പോൾ ഇതിനെ ഈ എഫ് ഓഫ് ഇ ഐ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? മെട്രിക്സ് ഓഫ് എഫ് ഇസിക്കൽ ടു എം ഐ ജെ എന്ന് പറയാലോ. നമ്മൾ നേരത്തെ ഇവിടെ കണ്ടായിരുന്നു, മെട്രിക്സ് ഓഫ് എഫ് എക്സ് ഐ ജെ എൻ ബൈ എം എടുക്കുമ്പോൾ എഫ് ഓഫ് ഇ ഐ എഴുതുമ്പോൾ നമ്മളിവിടെ എക്സ് ജെ ഐ എന്ന് എഴുതും. അതുപോലെ ഇവിടെ നമ്മൾ എഫ് ഓഫ് ഇ ഐനെ സമ്മേഷൻ എം ജെ ഐ ഡബ്ല്യു ഐ എന്ന് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മെട്രിക്സ് ഓഫ് എഫ് ആയിട്ട് എന്ത് എഴുതാം? എം ഐ ജെ എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? ഏതൊരു എൻ ബൈ എ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു എഫ് ഉണ്ടെന്ന് നമുക്ക് കിട്ടിയല്ലോ. ഓക്കെ, അതെങ്ങനെ ഡിഫൈൻ ചെയ്താൽ മതി? ഇവിടുത്തെ മെട്രിക്സിൻ്റെ ith കോളം എന്തായിട്ട് എടുത്താൽ മതി? ഡിപ്പാച്ചർ സ്പേസിലെ ith ബേസിസ് എലമെൻറ്റിൻ്റെ ഇമേജിൻ്റെ ലീനിയർ കോമ്പിനേഷൻ അകത്ത് വരുന്ന സ്കെയിലാർസ് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ നമുക്കവിടെ ഏതൊരു എൻ ബൈ എ മെട്രിക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ലെഫ്റ്റിൽ നമുക്കൊരു ലീനിയർ ഫങ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഓൺ ടു ആയല്ലോ. ഇവിടുത്തെ ഏത് മെട്രിക്സും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പ്രീ ഇമേജ് ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അത് ന്യൂ എന്ന് പറയുന്ന ഒരു ഓൺ ടു ഫങ്ഷനാണ്. മോർ ഓവർ ന്യൂ ഈസ് ഇൻജക്റ്റീവ്. This follows immediately from corollary 2 of theorem 6.7 and the definition of the matrix of a linear mapping. ഓക്കെ, അതായത് ന്യൂ ഇൻജക്റ്റീവ്, അതായത് ന്യൂ 1 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂ 1 ആണെന്ന് പറയുന്നത് എങ്ങനെയാണ്? രണ്ട് എലമെൻറ്റ്സിന് 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ന്യൂ ഓഫ് എഫും ന്യൂ ഓഫ് ജിയും സെയിം ആണെന്ന് വെക്കാം. രണ്ട് ലീനിയർ മാപ്പിങ്സിൻ്റെ ന്യൂ എടുക്കുമ്പം അതിൻ്റെ ഇമേജസ് സെയിം ആണെന്ന് വെക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മെട്രിക്സ് ഓഫ് എഫ് ഇസ് ഇക്വൽ ടു മെട്രിക്സ് ഓഫ് ജി. മെട്രിക്സ് ഓഫ് എഫ് ഇസ് ഇക്വൽ ടു മെട്രിക്സ് ഓഫ് ജി. ഓക്കെ, അതായത് എഫിൻ്റെയും ജിയുടെയും മെട്രിക്സ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? മെട്രിക്സ് സെയിം ആണെങ്കിൽ എന്താ? അവിടുത്തെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ എഫിൻ്റെയും ജിയുടെയും ഡിപ്പാച്ചർ സ്പേസ് സെയിം ആണ്. എന്താണ്? വി ആണ് ഡിപ്പാച്ചർ സ്പേസ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഒരു എഫ് ഓഫ് വി ഐനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. അത് മെട്രിക്സ് ഈ രണ്ട് എഫിൻ്റെയും ജിയുടെയും മെട്രിക്സ് സെയിം ആണ്.
ഓക്കെ, അപ്പം എഫ് ഓഫ് വി ഐനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതുപോലെ അത് തന്നെയായിരിക്കുമല്ലോ ജി ഓഫ് വി ഐയും. ഓക്കെ, അതായത് എഫ് ഓഫ് വി ഐ മെട്രിക്സ് ഓഫ് മെട്രിക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ഓഫ് എഫ് ഒരു ഈ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് അതിനെ എഫ് ഓഫ് വി ഐനെ ഇങ്ങനെ എഴുതാമല്ലോ. എഫ് ഓഫ് വി ഐ ഇസ് ഇക്വൽ ടു സമ്മേഷൻ എം ജെ ഐ ഡബ്ല്യു ജെ ഐ ജെ എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താ തന്നിരിക്കുന്നത്? മെട്രിക്സ് ഓഫ് എഫും മെട്രിക്സ് ഓഫ് ജിയും സെയിം ആണ്. ഓക്കെ, അപ്പോൾ എന്താ അത് തന്നെയായിരിക്കും ജി ഓഫ് വി ഐയും. കാരണം മെട്രിക്സ് ഓഫ് എഫും മെട്രിക്സ് ഓഫ് ജിയും സെയിം ആകുമ്പം അതിൻ്റെ ith കോളം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം എഫ് ഓഫ് വി ഐനെയും ജി ഓഫ് വി ഐക്കും ഒരു സെയിം എക്സ്പ്രഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഓഫ് വി ഐ ഇസ് ഇക്വൽ ടു ജി ഓഫ് വി ഐ ഫോർ എവരി ഐ വേരീസ് ഫ്രം 1 to i വേരീസ് ഫ്രം 1 to m. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ന്യൂ ഓഫ് എഫ് ഇസ് ഇക്വൽ ടു ന്യൂ ഓഫ് ജി എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, ന്യൂവിൻ്റെ ഡെഫിനേഷൻ വെച്ചാൽ അതെന്താണ്? മെട്രിക്സ് ഓഫ് എഫ് ഇസ് ഇക്വൽ ടു മെട്രിക്സ് ഓഫ് ജി എന്നാണ്. ഓക്കെ, മെട്രിക്സ് ഓഫ് എഫും മെട്രിക്സ് ഓഫ് ജിയും സെയിം ആണെന്ന് നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് വി ഐ ഇസ് ഇക്വൽ ടു ജി ഓഫ് വി ഐ ഫോർ എവരി ഐ വേരീസ് ഫ്രം 1 to m ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ച 6.7 തിയറം 6.7ൻ്റെ കൊറോളറി 2 അതെന്താ പറയുന്നത്? 2 ലീനിയർ പേജ് നമ്പർ 109 നോക്കിയാൽ മതി. അവിടെ കൊറോളറി 2 പറയുന്നത് 2 ലീനിയർ മാപ്പിംഗ്സ് എഫ് ജി ഫ്രം വി ടു ഡബ്ല്യു ആർ ഈക്വൽ if and only if they agree on any basis of v. അതായത് 2 ലീനിയർ മാപ്പിംഗ്സ് എപ്പോഴാണ് ഈക്വൽ ആണെന്ന് പറയുന്നത്? അത് അതിൻ്റെ ബേസിസിൽ ദേ ഈക്വൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ എഗ്രി ഓൺ എനി ബേസിസ് ഓഫ് വി. ഓക്കെ, അത് അതിൻ്റെ ബേസിസിൻ്റെ ഇമേജസ് എഫിലും ജിയിലും സെയിം ആണെങ്കിൽ, ഓക്കെ, അതായത് എഫ് ഓഫ് വി ഐ ഇസ് ഇക്വൽ ടു ജി ഓഫ് വി ഐ ഫോർ എവരി എലമെൻറ്റ് ഇൻ ദ ബേസിസ് ആണെങ്കിൽ നമുക്ക് ആ 2 മാപ്പിങ്സ് സെയിം ആണെന്ന് പറയാം. ഓക്കെ, അതാണ് ആ കൊറോളറി പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ലീനിയർ മാപ്പിങ്സ് ഈക്വൽ ആകാൻ എന്ത് മതി? അത് അതിൻ്റെ ബേസിസിൽ എഗ്രി ചെയ്താൽ മതി. അത് ബേസിസിനെ എഗ്രി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെയല്ലേ കിട്ടിയത്? എഫും ജിയും അവിടുത്തെ ബേസിസ് എലമെൻറ്റ്സിൽ ഡിപ്പാച്ചർ സ്പേസിലെ ബേസിസ് എലമെൻറ്റ്സിൽ അത് രണ്ടും സെയിം ആണ്. അതായത് എഫ് ഓഫ് വി വൺ ഈസിക്വൽ ടു ജി ഓഫ് വി വൺ ആണ്, എഫ് ഓഫ് വി ടു ഈസിക്വൽ ടു ജി ഓഫ് വി ടു ആണ്, എക്സെട്ര എഫ് ഓഫ് വി എം ഈസിക്വൽ ടു ജി ഓഫ് വി എം ആണ്. ഓക്കെ, അതായത് ബേസിസ് എലമെൻറ്റ്സിൽ എഫും ജിയും സെയിം ആണ്. എഫും ജിയും എഗ്രി ചെയ്യുന്നുണ്ട് ബേസിസ് എലമെൻറ്റ്സിൽ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? കൊറോളറി 2 വെച്ച് നമുക്ക് എന്ത് പറയാം? വിച്ച് ഇംപ്ലൈസ് എഫ് ഈസ് ഈക്വൽ ടു ജി എന്ന് പറയാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂ ഓഫ് എഫ് ഇസിക്കൽ ടു ന്യൂ ഓഫ് ജി എന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? എഫ് ഇസിക്കൽ ടു ജി എന്ന് കിട്ടിയത്. എഫ് ന്യൂ ഈസ് 1 1. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊരു ബുക്കിൻ്റെ സൈഡിൽ ഒന്ന് എഴുതി വെച്ചേരെ. അവിടെ നമ്മൾ യൂസ് ചെയ്ത തിയറം 6.7ൻ്റെ കൊറോളറി വെച്ചാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. 6.7ൻ്റെ കൊറോളറി 2 വെച്ചാണ്. ഓക്കെ, അതായത് 2 ലീനിയർ മാപ്പിംഗ്സ് ഈക്വൽ ആകാൻ വേണ്ടി എന്ത് നോക്കിയാൽ മതി? അത് അതിൻ്റെ ബേസിസിൽ എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ന്യൂ ഡിഫൈൻ ചെയ്തപ്പോൾ അത് സബ്ജക്റ്റീവ് ആണെന്നും ഇൻജക്റ്റീവ് ആണെന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, ദസ് ന്യൂ ഈസ് എ ബൈജക്ഷൻ. അപ്പോൾ സബ്ജക്റ്റീവ് ആയി ഇൻജക്റ്റീവ് ആണ്, ദെയർഫോർ ഇത് ഒരു ബൈജക്ഷൻ ആണ്. ഓക്കെ, ബൈ തിയറം 7.1 നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ഒരു തിയറം പഠിച്ചായിരുന്നല്ലോ. അതായത് മെട്രിക്സ് ഓഫ് എഫ് പ്ലസ് ജി ഇസിക്കൽ ടു മെട്രിക്സ് ഓഫ് എഫ് പ്ലസ് മെട്രിക്സ് ഓഫ് ജി എന്നും മെട്രിക്സ് ഓഫ് ലാംഡ എഫ് ഇക്വൽ ടു ലാംഡ ഇൻറ്റു മെട്രിക്സ് ഓഫ് എഫ് എന്ന് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, അത് വെച്ച് നമുക്ക് എന്ത് പറയാം? ന്യൂ ഓഫ് എഫ് പ്ലസ് ജി ഇസിക്കൽ ടു ന്യൂ ഓഫ് എഫ് പ്ലസ് ന്യൂ ഓഫ് ജി. ഓക്കെ, അതെങ്ങനെയാണ് വന്നേ? ന്യൂ ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് എന്താണ്? അറിയാം, ന്യൂ ഓഫ് എഫ് എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് എഫ് ആ. അപ്പം ന്യൂ ഓഫ് എഫ് പ്ലസ് ജി എന്താണ്? മെട്രിക്സ് ഓഫ് എഫ് പ്ലസ് ജി. ഇനി തിയറം 7.1 വെച്ച് മെട്രിക്സ് ഓഫ് എഫ് പ്ലസ് ജി എന്തിനോട് ഈക്വൽ ആണ്? മെട്രിക്സ് ഓഫ് എഫ് പ്ലസ് മെട്രിക്സ് ഓഫ് ജി. ഓക്കെ, ഇനി മെട്രിക്സ് ഓഫ് എഫ് ആണ് ന്യൂ ഓഫ് എഫ്, മെട്രിക്സ് ഓഫ് ജി ആണ് ന്യൂ ഓഫ് ജി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയില്ല ന്യൂ ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ന്യൂ ഓഫ് എഫ് പ്ലസ് ജി ന്യൂ ഓഫ് ജി ആണ്. അതുപോലെ ന്യൂ ഓഫ് ലാംഡ എഫ് എന്ത് വരും? ന്യൂ ഓഫ് ലാംഡ എഫ് എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് ലാംഡ എഫ്. മെട്രിക്സ് ഓഫ് ലാംഡ എഫ് എന്താണെന്നാണ് നമ്മൾ തിയറം 7.5 പ്രൂവ് ചെയ്ത് 7.1 പ്രൂവ് ചെയ്ത് ലാംഡ ഇൻറ്റു മെട്രിക്സ് ഓഫ് എഫ്. ഓക്കെ, ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു ന്യൂ ഓഫ് എഫ്. ഓക്കെ, അതായത് ന്യൂ എന്ന ഫങ്ഷൻ ഒരു ലീനിയർ
ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ പ്രൂവ് ചെയ്തു. nu of f plus g is equal to nu of f plus nu of g and nu of lambda f equal to lambda into nu of f. അതിൻ്റെ അർത്ഥം എന്താണ്? ന്യൂ ഒരു ലീനിയർ മാപ്പാണെന്നല്ല അതിൻ്റെ അർത്ഥം. ലീനിയർ ട്രാൻസ്ഫോർമേഷന് രണ്ട് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പ്രൂവ് ചെയ്തത്? ന്യൂ എന്ന് പറയുന്നത്, ന്യൂ ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് സെറ്റ് ഓഫ് ഓൾ ലീനിയർ മാപ്പിംഗ്സ് ഫ്രം വി ടു ഡബ്ല്യു ടു സെറ്റ് ഓഫ് ഓൾ എൻ ബൈ എം മെട്രിക്സിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തു. സെറ്റ് ന്യൂ ഓഫ് എഫ് ഇസിക്കൽ മെട്രിക്സ് എഫ്. ഓക്കെ, അങ്ങനെ ഡിഫൈൻ ചെയ്ത ന്യൂ 1 ഓൺ ടു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, 1 ഓൺ ടു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? ഐസോമോർഫിസം. ഐസോമോർഫിസം എന്നാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചായിരുന്നു. ഐസോമോർഫിസം, അതായത് ബൈജക്റ്റീവ് ലീനിയർ മാപ്പിനെയാണ് നമ്മൾ ഐസോമോർഫിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദസ് ന്യൂ ഈസ് എ ബൈജക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് എ ലീനിയർ മാപ്പ്, therefore it is an isomorphism. That is, nu is a vector space isomorphism. ഇതൊരു വെക്റ്റർ സ്പേസ് ഐസോമോർഫിസം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു എഫ് ഫ്രം വി ടു ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ഐസോമോർഫിസം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വിയും ഡബ്ല്യുവും ഐസോമോർഫിക്കാന്ന് പറയാമല്ലോ. അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് പറയാം? ഈ ന്യൂ എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസ് ഐസോമോർഫിസം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ ലീനിയർ മാപ്പിംഗ്സ് ഫ്രം an m dimensional vector space V to n dimensional vector space W is isomorphic to the collection of all n by m matrices over F. ഓക്കെ, അതാണ് അടുത്ത തിയറായിട്ട് കൊടുത്തിരിക്കുന്നത്. Theorem 7.2. If V and W are dimensions of m, n respectively over F, then the collection of all linear mappings from V to W is isomorphic to the collection of all n by m matrices over F. ഓക്കെ, ഈ രണ്ട് കളക്ഷൻസും ഐസോമോർഫിക് ആണ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. അതിൻ്റെ പ്രൂഫാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ പ്രൂഫിൽ എഴുതേണ്ടത്. ഓക്കെ, അതായത് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടൊരു ന്യൂ ഡിഫൈൻ ചെയ്തു. ന്യൂ സർജക്റ്റീവ് ആണെന്നും ഇൻജക്റ്റീവ് ആണെന്നും ഒരു ലീനിയർ മാപ്പും ആണെന്നും ഡിഫൈൻ ചെയ്തു. ഓക്കെ, അതുകൊണ്ട് ആ രണ്ട് സെറ്റ് എന്തായിരിക്കും? ഒരു ഐസോമോർഫിക് ആയിരിക്കും. ആ രണ്ട് സെറ്റ് അല്ല, ശരിക്കും അത് രണ്ടും വെക്റ്റർ സ്പേസ് ആണ്. ഇത് നമ്മൾ വെക്റ്റർ സ്പേസ് ആണെന്ന് കാണിച്ചു. ഇനി കളക്ഷൻ ഓഫ് ഓൾ എൻ ബൈ എൻ മെട്രിസസ് ഓവർ എഫും മെട്രിക് സ്പേസ് ആണ്, വെക്റ്റർ സ്പേസ് ആണ്. അപ്പോൾ ഈ രണ്ട് വെക്റ്റർ സ്പേസസും ഐസോമോർഫിക് ആയിരിക്കും. ഓക്കെ, അതായത് നമ്മളിവിടെ പറയുന്നത് ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ആൻ എം ഡയമെൻഷണൽ വെക്റ്റർ സ്പേസും എൻ ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു എൻ ബൈ എം മെട്രിക്സ് കാണും. ഓക്കെ, അതുപോലെ തിരിച്ചും നമുക്ക് പറയാം എന്താണ്? ഏതൊരു എൻ ബൈ എം മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ദർ എക്സിസ്റ്റ് എ ലീനിയർ മാപ്പ് ഫ്രം എം ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ടു എൻ ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ്. ഓക്കെ, തിരിച്ചും മറിച്ചും നമുക്ക് പറയാം. അതായത് എന്താണ്? ലീനിയർ മാപ്പിങ്സിൻ്റെ കളക്ഷനും മെട്രിസസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് തിയറാണ്. അപ്പോൾ അത് ചോദിച്ചാൽ നമ്മൾ അതിന് തൊട്ട് മുമ്പ് എഴുതിയ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ തിയറത്തിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ.